ഓക്കെ. കർത്താവനദാസൻ ഫിനി സ്റ്റീവൻ സാമ്പലിനെ ഓർത്ത് ഞാൻ ശ്രദ്ധിക്കുന്നു. കർത്താവനദാസൻ എനിക്ക് ഒത്തിരി പണ്ടേറെ ഞങ്ങൾ നെയ്ബേഴ്സാണ്. ഒരു വേള ഞങ്ങൾ 3 കിലോമീറ്റർ അടുത്ത് വരെ ബിഗിനിങ്ങിൽ താമസിച്ചിട്ടുണ്ട്. പിന്നീട് താൻ അല്പം ദൂരേക്ക് മാറി, പിന്നെ അല്പം കൂടി ദൂരേക്ക് മാറി. ഇപ്പോൾ താൻ കോഴഞ്ചേരിക്ക് അടുത്താണ് താമസിക്കുന്നത്. കർത്താവനദാസൻ്റെ കോളേജ് ജീവിതം, അതിനുശേഷമുള്ള മനോരമയുമായി ബന്ധപ്പെട്ട ബാലൻസൊക്കെയുള്ള ബന്ധത്തിലുള്ള ജീവിതം, രാഷ്ട്രീയം ഒക്കെ എനിക്ക് ഈ ദൈവകൃപയിൽ വരുന്നതിന് മുമ്പ് തന്നെ അറിയാവുന്നതാണ്. ദൈവകൃപയിൽ വന്നതിന് ശേഷം ഞാൻ പാസ്റ്ററായി ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവനദാസനെ ഒരു മെൻ്റർ എന്ന നിലയിൽ ഞാൻ ചെന്ന് കാണുകയും പല വിഷയങ്ങൾ, എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളിൽ, എൻ്റെ കുടുംബ വിഷയങ്ങളിലൊക്കെ ഞാൻ ആലോചന ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഫിനി സ്റ്റീവൻ ഒരു പ്രവാചകനാണെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു അഭിഷിക്തനാണെന്ന് എനിക്കറിയാം. എങ്കിലും അദ്ദേഹത്തിൽ നിന്നൊരു ദൂത് പ്രതീക്ഷിച്ച്, ആലോചന പ്രതീക്ഷിച്ച് ഞാൻ പോയിട്ടുണ്ട്. ഇത് ഫാക്റ്റാണ്. ഞാൻ വെറുതെ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാറില്ല. അദ്ദേഹം പറഞ്ഞ ഓരോ ആലോചനകളും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടുണ്ട്. ആമേൻ. അങ്ങനെ ആ ബന്ധം വർദ്ധിച്ചു വന്ന് ഇന്ന് ലോകമെമ്പാടും തിരക്കോടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനിടയിൽ കഴിഞ്ഞ ഒരു 20 ദിവസത്തിന് മുമ്പെയാണ് കർത്താവനദാസനെ ഞാൻ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ. അപ്പോൾ അദ്ദേഹം അത്രയൊക്കെ സംസാരിക്കാറുള്ളൂ. ഞാൻ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനിപ്പോൾ എവിടെയാണ്? എന്നോടത്താണ്. അപ്പോൾ എന്നത്തേക്ക് വരാൻ കഴിയും? 10 വരാൻ ഒക്കുമോ? 14 വരാൻ ഒക്കുമോ? 14 എനിക്ക് വരാൻ ഒക്കത്തില്ല. എനിക്ക് 18 ഒരു മീറ്റിംഗ് ഉണ്ട്. 19 ഞാൻ കയറാം. അദ്ദേഹം 19 ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ അതിങ്ങ് എത്തിയെന്നുള്ള ബോധ്യം വരുന്നത്. ആമേൻ. അല്ല പറഞ്ഞു. ഇവിടെ ചോദിച്ചു 25-ാം തീയതി പുള്ളിയൊരു പേര് നോട്ടീസുമായിട്ട് ഇവിടെ കണ്ടല്ലോ, അദ്ദേഹം ഇവിടെ വരുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുമെന്ന് എന്നോട് പറഞ്ഞേ. അദ്ദേഹം ചെന്നാൽ ഉടനെ അടുത്ത മീറ്റിംഗ് കയറുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പണ്ടൊക്കെ വാസ്തവത്തിൽ ശുശ്രൂഷകന്മാരായ യങ്സ്റ്റേഴ്സായ ഞങ്ങൾ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. ചുമ്മാ തമാശയ്ക്ക് പറയുമായിരുന്നു. ആഫ്രിക്കയിൽ ബ്രേക്ക്ഫാസ്റ്റ്, യൂറോപ്പിൽ ലഞ്ച്, അമേരിക്കയിൽ ഡിന്നർ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതൊക്കെ പ്രാവർത്തികമാക്കുന്ന മഹാദൈവത്തിനായി സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അദ്ദേഹത്തെ എന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്. അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ച 2 കാര്യം എനിക്ക് മനസ്സിലായത്. ഒന്ന്, ടു മേക്ക് എ ഫ്ലെയിം. മേക്ക് എ ഫ്ലെയിം എന്ന് പറയുന്ന ആ ഫ്രേസ് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ആർക്കും ഉണർവുണ്ടാക്കാൻ ഒക്കത്തില്ല. നോബഡി ക്യാൻ മേക്ക് എ ഫ്ലെയിം. പക്ഷെ കർത്താവനദാസൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉണർവിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണർവുണ്ടായ ചരിത്രങ്ങളുണ്ട്. ആമേൻ. ഉണർവിനായി കർത്താവ് ഒരുക്കി നിർത്തുന്നവരെ കത്തിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് എൻ്റെ വിശ്വാസം. ഇന്ത്യയിൽ ഈ കാലയളവിലെ കഴിഞ്ഞ 2 ദശാബ്ദത്തിലെ ഉണർവ് ആരംഭിച്ചത് അവിടെ അദ്ദേഹമാണ് അത് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാൽ ഹെവൻലി ഫീസ്റ്റ് ഇന്ന് കാണുന്ന ബൃഹത്തായ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞു, ഫിനി സ്റ്റീവൻ സാമ്പലിനെ പ്രസംഗിക്കാനും തങ്കു ബ്രദറിനെ വർഷിപ്പ് ലീഡാനും റാന്നിയിൽ സന്ധ്യാരാധന വിളിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ ഹെവൻലി ഫീസ്റ്റിനുള്ള ബന്ധത്തിൽ കർത്താവനദാസൻ എല്ലാ ഞായറാഴ്ചയും പോകുമായിരുന്നു. അങ്ങനെ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് കർത്താവനദാസനെ കർത്താവ് നയിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാറ് വന്നപ്പോൾ സംസാരിച്ചു. ടിനി ജോർജുമായി ബന്ധപ്പെട്ട് ടിനി ജോർജിന് ഈ വ്യത്യസ്തമായ ഒരു നിലവാരം ഉണ്ടാകുന്ന കർത്താവനദാസൻ്റെ ശുശ്രൂഷയിലാണ്. അദ്ദേഹം മെൻ്ററെന്ന് കാണുന്നതിനാൽ ആ സമയത്ത് വിളിച്ച് ആ ഉണർവിൻ്റെ മുൻപന്തിയിൽ തലങ്ങി നിൽക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. ഇന്ന് കേരളത്തിലെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് വളരെ വളരെ പ്രസ്റ്റീജിയസ് ആയി കേരളം കരുതുന്ന ഫയർ വിങ്സിൻ്റെ ഏറ്റവും മുൻനിരയിലാണ് കർത്താവനദാസൻ. അതുമാത്രമല്ല, ആന്ധ്രാപ്രദേശ് ആകട്ടെ, മറ്റ് സ്ഥലങ്ങളാകട്ടെ, ഡൽഹി ആകട്ടെ, ഇവിടങ്ങളൊക്കെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുവാൻ, നാം പേരിട്ടതുപോലെ ഒരു ഫ്രോണ്ടിയർ ആകുവാൻ പല സംഭവിച്ചിട്ടുണ്ട്. വെയിൽസ് ഉണർവ് നഷ്ടപ്പെട്ടു, ടൊറന്റോ നഷ്ടപ്പെട്ടു, അസൂസ നഷ്ടപ്പെട്ടു, പൂത്തുണർവ് നഷ്ടപ്പെട്ടു. ഉണർവ് മങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഉണർവുണ്ടാകുക ഒരു വലിയ കാര്യമാണ്. രാമൻ പറഞ്ഞാട്ടെ. അല്ല, അതിനേക്കാൾ വലിയ കാര്യമാണ് ഉണർവിനെ സ്റ്റഡി ചെയ്ത് നിർത്തുക, ആ ഉണർവിനെ തുടരുക. അതും കർത്താവനദാസനെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആത്മാവിനൊരു ദൂത് പറയാം. കർത്താവനദാസൻ ഇവിടെയും കൂടെ വരുന്നത് കൊണ്ട് അതിവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിവിടെയും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവനദാസൻ ഇനിയും ലണ്ടനിൽ വരണം, ഇനിയും പ്രയർ ഗാർഡനിൽ വരണം. അല്ല, ഏതെങ്കിലും സഭയിൽ വരട്ടെ, ഞങ്ങളോട് പോയി പങ്കെടുക്കുമെന്ന് പറയുന്നവർ, കർത്താവനദാസൻ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ചേർത്തവനെ സ്തുതിച്ചാട്ടെ. നമുക്കൊരുമിച്ച് എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. കർത്താവനദാസന്മാരെ ബഹുമാനിക്കും നമ്മളുടെ ഒരു ശീലമായിരിക്കണം. കർത്താവനദാസനെ ഞങ്ങൾ അങ്ങേ ബഹുമാനിക്കുന്നു. അങ്ങയുടെ ജീവിതം ഞങ്ങൾക്ക് വിലയേറിയതാണ്.
അങ്ങയുടെ ആയുസ്സിന് ദൈർഘ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ അഭിഷേകം ഇനിയും വർദ്ധിച്ച് ലോകമെമ്പാടും ഭാഷ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ കർത്താവ് ഉപയോഗിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഇന്ന് നിശ്ചയമായിട്ടൊരു ദൂതുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരാമൻ പറയാമോ? ഞങ്ങളോട് ദൈവം സംസാരിക്കണം. കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് മുഴുവനും സംസാരിക്കാനുള്ള അനുവാദമുണ്ട്, ശുശ്രൂഷിക്കാനുള്ള അനുവാദമുണ്ട്. വന്നാലും കരങ്ങളടിച്ച് അല്പസമയയുടെ കർത്താവിനെ സ്തുതിക്കാം. സകല മഹത്വം യേശുവിനെ അർപ്പിക്കുക. അധര തുറന്ന യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി എന്ന് പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദയവായി എല്ലാവർക്കും അതാതിടങ്ങളിലിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരാകുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ഒരു സമാപന കൂട്ടമെന്ന നിലയിലും ഈ ആരാധന പ്രാധാന്യമർഹിക്കുന്നു. നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ എനിക്കും കർത്താവ് അവസരങ്ങൾ നൽകിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് കോശി അവറുകളോട്, തൻ്റെ കുടുംബത്തോട്, ഈ ചർച്ചിലെ എല്ലാ ലീഡേഴ്സിനോടും, ഇവിടെയുള്ള എല്ലാ ബ്രാഞ്ച് ചർച്ചസിൻ്റെ പാസ്റ്റേഴ്സിനോടുമുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും ഞാൻ ഈ സന്ദർഭത്തിൽ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, വിശാലമാക്കട്ടെ, വലിയ വർധനവുകളെ കർത്താവ് വരുന്ന നാളുകളിൽ നൽകിത്തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 2007 2008 ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ നടന്ന മറ്റൊരു യോഗത്തിൽ ഞാൻ പങ്കെടുത്തത് ഓർക്കുന്നു. അതിലധികമായിട്ട് കർത്താവ് ഇവിടെയുള്ള കൂട്ടായ്മയെ ഈ പ്രാവശ്യത്തെ യാത്രയിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞു. വർദ്ധിപ്പിച്ചിരിക്കുന്നതും അതോടൊന്നിച്ച് തന്നെ ആത്മീകമായി നിങ്ങൾ ഒരു ഉയർന്ന നിലവാരത്തിലും വളർച്ചയിലും എത്തിയിരിക്കുന്നതും കർത്താവിൽ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചതിൽ ഞാൻ വീണ്ടും എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ശേഷാൽ ഈ ദിവസങ്ങളിലൊക്കെ വർഷിപ്പ് ലീഡ് ചെയ്ത ഈ ബഹുമാന്യരാകുന്ന മ്യൂസീഷ്യൻസിനെ, കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട താലന്തുകളാണ് കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ രാജ്യത്ത് അവരത് പ്രയോജനപ്പെടുത്തുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ കർത്താവിലുള്ള വളരെ സന്തോഷം ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ചർച്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ 1-2 ഇടങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുവാനിടയായി. 100-ലധികം വർഷങ്ങളായിട്ട് വെള്ളക്കാർ ഇതേ സമയത്ത് എല്ലാ ഞായറാഴ്ചയും ആരാധിച്ചിരുന്ന ഒരിടത്ത് ഇപ്പോൾ അവരുടെ ഏറ്റവും പ്രൈം ടൈമിൽ അവരുടെ സാധാരണ ആരാധന നടന്ന ആ സമയം ഇപ്പോൾ ഏഷ്യൻസ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും മലയാളികളായിട്ടുള്ള ദൈവമക്കൾക്ക് ആരാധിക്കുവാനുള്ള ഒരവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്. ഒരു വലിയ ഉണർവിന് വേണ്ടി ഉപയോഗിച്ച ഒരു കൂട്ടം ജനത കർത്താവിൽ നിന്ന് അകന്നുപോയിട്ട് അവർ ആരാധിച്ച ഇടങ്ങളെല്ലാം ശൂന്യമായി പോയിട്ട് അവരുടെ ഇടയിൽ നിന്ന് ആരെയും കാണാതെ വന്നതുകൊണ്ടാണ് കർത്താവ് അങ്ങ് മലയാളക്കരയിലുള്ള കുറേ പേരെ ഇവിടെ കൊണ്ടുവന്നത്, ഈ ഇടങ്ങളെ നിറയ്ക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ ഇടങ്ങൾ നിറയുവാനിടവരും, നിറഞ്ഞ് കവിയുവാനിടവരും. നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ശൂന്യമാകുന്ന ഇടങ്ങളൊക്കെ ദൈവകൃപയുള്ളവർ വിലയ്ക്ക് വാങ്ങി അതെല്ലാം ആരാധനാലയങ്ങളായി തുടരുവാനിടവരും. ഇനിയും ഒരു പള്ളി പോലും ഇവിടെ മറ്റ് ഇടങ്ങൾ മറ്റു കൂട്ടർക്ക് വിൽക്കപ്പെട്ടു പോകുവാൻ ഇടവരാതെ നിങ്ങളെപ്പോലെയുള്ളവർ അത് വില കൊടുത്ത് വാങ്ങണം. ആമേൻ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ അതിനുള്ള നന്മ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തരും. അതൊരിക്കലും ഇവിടെ എത്ര അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ കണ്ണുനീരോടുകൂടി എത്ര വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്ര അഭിഷക്തന്മാർ അതിശക്തമായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. കൃപ ഇത് നഷ്ടമായി പോയിട്ടില്ല. ഇന്നും ഇവിടെ അഭിഷക്തന്മാർ ശുശ്രൂഷിക്കുകയാണ്. നിറത്തിന് മാറ്റമുണ്ട്, ഭാഷയ്ക്ക് മാറ്റമുണ്ട്, സാരമില്ല. എങ്കിലും കർത്താവ് വലിയവനാകുന്നു.
കർത്താവിൻ്റെ പ്രവൃത്തി ഇവിടെ തുടരും. കർത്താവ് വളരെ ശക്തമായിട്ട് നിങ്ങളെ ഈ ദേശത്ത് ഉപയോഗിക്കും. ഈ ഉദ്ദേശങ്ങളൊക്കെയാണ് ദൈവം നിങ്ങളെല്ലാം ഇവിടെ ആക്കിയിരിക്കുന്നത്. അത് ഞാൻ വീണ്ടും അടിവരയിട്ട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങളായിരിക്കണമേ എന്ന് ഞങ്ങൾ ഓർപ്പിക്കുന്നു. മറ്റ് പലയിടങ്ങളിലും ലൈവ് സ്ട്രീമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവരെയും ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇംഗ്ലണ്ടിലെ ലണ്ടനിലുള്ള വളരെ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു ചർച്ചിൻ്റെ ഉള്ളിലാണ് അവരുടെ പ്രധാന ആരാധന നടന്ന അതേ സമയത്ത് തന്നെ മലയാളികൾ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ ദൈവപ്രവൃത്തിയാണ്. ഇവിടെ ഒരു വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഉണർവിൽ നിങ്ങൾക്കും പങ്കാളികളാകുവാൻ കഴിയും. കർത്താവ് സഹായിക്കട്ടെ. ഈ സമാപന സെഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ ക്രമമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ആലോചനകളുടെ സമാപന ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. കൊയ്ത്ത്, വളരെ അവിശ്വസനീയമാകുന്ന ഒരു കൊയ്ത്തിനെ കർത്താവ് നമ്മുടെ നടുവിൽ അയക്കുവാൻ പോകുന്നു. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്തു പറ, അവിശ്വസനീയമാകുന്നൊരു കൊയ്ത്ത് നടക്കാൻ പോകുന്നു. ഒരു വലിയ കൊയ്ത്ത് നടക്കുവാൻ പോകുന്നു. കൊയ്ത്ത് എന്ന വിഷയമായിരുന്നു നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ചിന്തിച്ചു കൊണ്ടിരുന്നത്. അതായിരുന്നു ഈ ഉപവാസ പ്രാർത്ഥനയുടെ തലക്കെട്ടെന്ന് പറയുന്നത്. ആ കൊയ്ത്തിൽ പ്രാരംഭമായിട്ട് ഞാൻ കൊയ്ത്തിൻ്റെ ആമുഖ ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ചിന്തിക്കുവാനിടയായി. അതിനുശേഷമായിട്ട് കൊയ്ത്തിൽ നമുക്കുണ്ടാകേണ്ട രൂപാന്തരീകരണത്തെക്കുറിച്ച് പരാമർശിച്ചു. നമ്മെല്ലാം കർത്താവ് കൊയ്ത്തിൻ്റെ ഒരു ആയുധങ്ങളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. കൊയ്ത്തിൽ കർത്താവ് നമ്മെ പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആയുധങ്ങൾക്ക് മാറ്റം സംഭവിക്കേണ്ടത് ആവശ്യമാണ്, രൂപാന്തരം സംഭവിക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ദീർഘമായി പരാമർശിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊയ്ത്തിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് പരാമർശിക്കുവാനിടയായി. അങ്ങനെ രൂപാന്തരപ്പെട്ട ഒരായുധത്തെ കർത്താവ് വെറുതെ അല്ല അയക്കുവാൻ പോകുന്നത്, ഒരഭിഷേകത്തോടുകൂടെ അയക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മേൽ വന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആ വ്യക്തിയുടെ മേൽ നിറയുവാനിട വരും. ആ അഭിഷേകത്തോടുകൂടിയാണ് ആ ആയുധം കൊയ്ത്തിൽ പ്രയോജനപ്പെടുവാൻ പോകുന്നത്. മറ്റൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്നത്, കൊയ്ത്തുണ്ടെങ്കിൽ കൊയ്ത്തിൽ അത്ഭുതങ്ങളുണ്ട്. എനിക്ക് അത്രത്തോളം ദീർഘമായി പരാമർശിക്കുവാൻ കഴിയുന്നില്ല. ഈ സമാപന മിനിറ്റുകളിൽ കൊയ്ത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷമായിട്ട് അന്ത്യകാല കൊയ്ത്ത് എന്ന പരാമർശവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദയവായിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാം. അത് അന്ത്യകാല കൊയ്ത്തിനെ കുറിച്ചാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഇനി നടക്കുവാൻ പോകുന്ന ഒരു വലിയ കൊയ്ത്തുണ്ട്. ഈ വാക്യങ്ങൾ നമുക്ക് ഇന്ന് കർത്താവിൻ്റെ മടങ്ങി വരവിന് മുൻപ് നടക്കുവാൻ പോകുന്ന കൊയ്ത്തിനോട് അതുമായുള്ള ബന്ധത്തിലും ചില ആലോചനകൾ ഇവിടെ നമുക്ക് സ്വീകരിക്കുവാൻ കഴിയും. 14-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഞാൻ വെളുത്തോരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, നോക്കുക, ആ മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ, ആ ഭാഗങ്ങൾ നിങ്ങൾ സിംബോളിക്കായിട്ടുള്ള വിശദീകരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യപുത്രനോട് സദൃശനായവനെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു പൊൻകിരീടമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും അടിസ്ഥാനപ്പെടുത്തി ആ രണ്ട് സിംബൽസ് അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയും അത് യേശുവാണ്. പ്രൈസ് ലോർഡ്, ആമേൻ. യേശുവിനോട് മറ്റൊരു ദൂതൻ ഉയരത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ച് കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മേഘത്തിലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. യെസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നവർ നിങ്ങളുടെ ദൈവികമാകുന്ന ഈ സ്ഥാനം, ദൈവരാജ്യത്തിൽ നിങ്ങളുടെ സ്ഥാനത്തെ നിങ്ങൾ അവലോകനം ചെയ്യുക. നിങ്ങൾക്ക് ഈ വാക്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങളൊരു അവലോകനം ചെയ്യുക. അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു അരിവാളാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ നിന്നെ എറിയാൻ പോകുകയാണ്. കൊയ്ത്തിനു വേണ്ടി നിന്നെ എറിയുവാൻ പോകുന്നു.
അല്ല, നിങ്ങളൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായി തുടരുന്നവരാകുന്നുവെങ്കിൽ നിങ്ങളെയും കർത്താവ് സ്നേഹിക്കുന്നു. എന്നാൽ പ്രധാനമായും എൻ്റെ സന്ദേശം ഈ കൊയ്ത്തിന് വേണ്ടി ആ ഉടയവൻ്റെ കയ്യിലിരിക്കുന്ന അരിവാളുകളോടാണ്. നിങ്ങൾ ഉടയവൻ്റെ കയ്യിലിരിക്കുന്ന അരിവാളുകളാകുന്നു എങ്കിൽ കർത്താവ് കൊയ്ത്തിനു വേണ്ടി നിങ്ങളെ എറിയുവാൻ പോകുകയാണ്. ഒരു വലിയ കൊയ്ത്ത് നടക്കുവാൻ പോകുന്നു. ആ എറിയപ്പെടുന്ന സമയത്ത് മറന്നു പോകരുത്, കൊയ്ത്തിൽ അത്ഭുതങ്ങളുണ്ട്. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറ, കൊയ്ത്തിൽ അത്ഭുതങ്ങളുണ്ട്. കൊയ്ത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിന്റെ ശാരീരികമാകുന്ന പ്രാപ്തി ബാധകമല്ല, നിന്റെ വിദ്യാഭ്യാസ പ്രാപ്തി ബാധകമല്ല, നീ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നു പഠിച്ചു എന്നത് അതിനകത്ത് ബാധകമല്ല. നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ, നീ കൊയ്ത്തിന് വിളിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ, നീ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം അത്ഭുതമുണ്ട്. നിന്റെ വാക്കിൽ അത്ഭുതമുണ്ട്, നിന്റെ നിഴലിൽ അത്ഭുതമുണ്ട്, നിന്റെ കൈകളിൽ അത്ഭുതമുണ്ട്, നിന്റെ സാന്നിധ്യത്തിൽ അത്ഭുതമുണ്ട്. കൊയ്ത്തിൻ്റെ നടുവിൽ അത്ഭുതങ്ങളുണ്ട്. ആമേൻ. സാധാരണ മീൻപിടുത്തക്കാരായിരുന്നുവല്ലോ അപ്പോസ്തോലന്മാർ. അവർ ഗലീല കടലിനരികിലായിരുന്നു. ഞാൻ പരാമർശിച്ചതുപോലെ 21 കിലോമീറ്റർ മാത്രം നീളമുള്ള ആ ഗലീല കടലിനരികിൽ ആ മീൻപിടുത്തം നടത്തിയവരായിരുന്നു. എന്നാൽ അവരുടെ ജീവിതം അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതം ആകമാനം മാറുവാനിടയായി. അവർ നടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിൽക്കലിരിക്കുന്ന മുടന്തനാകുന്ന മനുഷ്യൻ, അവൻ ഏകദേശം 40 വർഷത്തോളമായിട്ട് മുടന്തനായിട്ട് ആ ആലയത്തിൻ്റെ ഗോപുരവാതിൽക്കൽ ഇരിക്കുകയാണ്. എന്നാൽ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും എന്താണ് അവനോട് പറയുന്നത്? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. അവൻ എന്താ പ്രതീക്ഷിക്കുന്നത്? അവൻ പ്രതീക്ഷിക്കുന്നത് ഇവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വെള്ളിക്കാശാണ്. ഇനിയും അവരുടെ കയ്യിൽ സ്വർണ്ണക്കാശുണ്ടെങ്കിൽ അതെങ്കിലും ലഭിക്കട്ടെ, സ്വർണമോ വെള്ളിയോ എന്തെങ്കിലും. തൻ്റെ ആ യാചകൻ്റെ പാത്രത്തിൽ ഒരു വെള്ളിക്കാശ് വീഴുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുമ്പോൾ അവനോടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്ക് മറ്റാർക്കും തരുവാൻ കഴിയാത്തൊരു കാര്യം തരുവാനുണ്ട്. നസ്രയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്കാം. പ്രൈസ് ദി ലോർഡ്. നീ കൊയ്ത്തിന് വിളിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെങ്കിൽ ഇതേപോലെ ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നു. മുടന്തന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നു. മദ്യപാനത്തിൽ മുടന്തി ഇരിക്കുന്നവനെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നു. കുടുംബത്തിൻ്റെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ മുഖാന്തരമായി ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന മുടന്തനെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. ദൈവരാജ്യ സംബന്ധമാകുന്ന ദർശനമില്ലാതെ മുടന്തിയിരിക്കുന്ന പെന്തിക്കോസ്തുകാരനെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കുവാൻ പോകുകയാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്കാം. ഈ പകലും അതേപോലെ ഏതെങ്കിലും മുടന്തുള്ളവർ ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ശബ്ദം പുറപ്പെടുന്നത്. നിന്നെ മുടന്തനാക്കിയിരിക്കുന്ന, നിന്നെ ആത്മിക മുടന്തനാക്കിയിരിക്കുന്ന, നിന്നെ ശാരീരിക മുടന്തനാക്കിയിരിക്കുന്ന, നിന്നെ ഭൗതിക മുടന്തനാക്കിയിരിക്കുന്ന ആ ദുഷ്ടശക്തി നിന്നെ വിട്ടുപോകുവാൻ ഇടവരട്ടെ. ആ ദുഷ്ടബന്ധനം നിന്നിൽ നിന്ന് പൊട്ടിപ്പോകുവാൻ ഇടവരട്ടെ. യേശുവിൻ നാമത്തിൽ നീ എഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. വിശ്വാസമുള്ളവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രതികരിച്ചു. വാതുറന്ന് നല്ലവണ്ണം വാതുറന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ധരാമ സമാധാന. അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുവാൻ പ്രാപ്തിയുള്ളവർ അന്യഭാഷകളിൽ ആരാധിക്കുക. സമാധാൻ മഹധാന റുഅധ്വാന ഓർവജുല സുവാധാല ധർമ്മഹുജല ധരദഗർധന ദാബാബാന രാധ്വാന സ്വാധാനാദിയൽ ഓരമ സ്മധന സ്മോല ധബർധുന ധബാര ധാല ധാര 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 ബറുഥമ സ്മധന ദിവാൽ ധാര സ്മൈധന ഓമാ സ്മധാല റുവ സ്മധന ദിഗൽമന ഓരബബബബന ദൗശബനബാത ദ്വാദ്വാര മസ്സിയാന്തുന ദിഗൽകര ആസമധിനി അൽകര ആബറന്തുന സ്മനദി അർധന ഊഷബാഗതിനി അൽമധുര ഋതുമാസമാധിനി അലഗതനദഗന്ധന ഉഷേമാധിനി. മുടന്തിയിരിക്കുന്നതിനെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി കർത്താവ് കൊയ്ത്തിനുള്ള ആയുധങ്ങളെ ഉപയോഗിക്കുവാൻ പോകുന്നു.
ഇവിടെ ഈ കൊയ്ത്തിലെ അത്ഭുതങ്ങളും അന്ത്യകാല കൊയ്ത്തും ഞാൻ ചേർത്തങ്ങ് പറയുകയാണ്. അങ്ങനെയെങ്കിൽ അന്ത്യകാല കൊയ്ത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ ആയുധങ്ങൾ പോകുന്ന ഇടത്തെല്ലാം അത്ഭുതമുണ്ടാകും. അവരുടെ യാത്ര ഒരു അത്ഭുതമായിരിക്കും. അവരൊരു വീട്ടിൽ കയറിയാൽ അത്ഭുതമായിരിക്കും. അവരേതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയാൽ അത്ഭുതമായിരിക്കും. അവരുടെ ഫൈനാൻസ് ഒരു അത്ഭുതമായിരിക്കും. അവരുടെ കുട്ടികളുടെ ഫീസ് ഒരു അത്ഭുതമായിരിക്കും. ഞങ്ങൾക്കൊക്കെ ഇന്ത്യയിൽ പാസ്റ്റർമാരുടെ പല അടുക്കളകളും അത്ഭുതമാണ്. കാരണം ഗ്യാസ് അത്ഭുതമാണ്, വീട്ടിൽ അരി അത്ഭുതമാണ്. അത് നിനക്ക് വ്യത്യസ്തമാകുന്ന ഒരു നിലവാരത്തിൽ ഇംഗ്ലണ്ടിൽ അനുഭവിക്കാൻ കഴിയും. നീ കൊയ്ത്തിനുള്ള ഒരു ആയുധമാണെങ്കിൽ നീ പോകുന്ന ഇടങ്ങളിലെല്ലാം അത്ഭുതം വെളിപ്പെടുവാൻ ഇടവരുന്നു. ഓ യെസ് ലോർഡ്, ആ കൊയ്ത്തിൽ നിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു തേജസ്സുണ്ട്. എത്ര പേർ ആഗ്രഹിക്കുന്നു ആ ഗ്ലോറി നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആയുധം ഒരുക്കപ്പെട്ട ഈ ആയുധം എറിയപ്പെടുമ്പോൾ ഈ ആയുധത്തെ മൂടുന്ന ഒരു തേജസ്സുണ്ട്. ആഗ്രഹിക്കുന്നുണ്ടോ? ആ തേജസ് നിന്റെ മേൽ മൂടണമെന്ന് ആഗ്രഹമുണ്ടോ? ആ തേജസ്സിൻ്റെ സ്പർശനത്തെ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഈ പകൽ കർത്താവ് അയക്കുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ സ്പർശനം സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുക. അവിടെ ആ തേജസ് എന്ന വാക്ക്, കാബോദ് എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാബോദ് എന്ന വാക്കാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കാബോദ് എന്ന വാക്കിന് ഭാരം എന്നൊരർത്ഥമുണ്ട്. കാബോദ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് അത് അനുഭവിക്കുവാൻ കഴിയുന്ന നിലയിൽ അതിൻ്റെ മേൽ ഒരു വെയിറ്റ് വെളിപ്പെടുവാൻ ഇടവരും, ഒരു ഭാരം വെളിപ്പെടുവാൻ ഇടവരും. കാബോദ് എന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ ഡോക്സ എന്നൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. ഡോക്സ എന്ന് പറയുമ്പോൾ പെർറ്റൈനിങ് ടു അപ്പിയറൻസ്, കാണപ്പെടത്തക്കവണ്ണം. ഗ്ലോറി വെളിപ്പെട്ട് കഴിഞ്ഞാൽ കാണത്തക്കവണ്ണം ചിലത് വെളിപ്പെടുവാൻ ഇടവരും. നിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കി കാണത്തക്കവണ്ണം, ദൈവസഭകളിൽ കണ്ണുകൾ കൊണ്ട് നോക്കി കാണത്തക്കവണ്ണം ചില കാര്യങ്ങൾ വെളിപ്പെടും. നിങ്ങൾ വിശ്വസിച്ചു കാണത്തക്കവണ്ണം ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. അഭിഷക്തന്മാരുടെ എല്ലാം ചരിത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണത്തക്കവണ്ണം ചിലത് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മോശയുടെ ചരിത്രം തന്നെ ശ്രദ്ധിക്കുക. അവിടെ ആ ഗ്ലോറി വെളിപ്പെട്ടപ്പോൾ ഗ്ലോറി അവരെ കൊണ്ടെത്തിക്കുന്ന ഭാഗത്തിലേക്കും അതുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. അത് ലക്ഷ്യം വെച്ച് തന്നെ ഇന്നുള്ള സഭ പോകേണ്ടത് ആവശ്യമാണ്. ഗ്ലോറിയുടെ ഒരു വലിയ മാനിഫെസ്റ്റേഷനാണ് ഹോരേബ് പർവ്വതത്തിൽ മോശയുടെ മുൻപിൽ സംഭവിക്കുവാൻ ഇടയായത്. അഗ്നി മുൾപ്പടർപ്പിൽ കത്തുന്നു, പക്ഷെ മുൾപ്പടർപ്പിന് കേട് സംഭവിക്കുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. തീ നിന്റെ മേൽ കത്തും, പക്ഷെ നിനക്കത് കേട് വരുത്തുന്ന തീ അല്ല, നിന്റെ മേൽ മഹിമയെ വർദ്ധിപ്പിക്കുന്ന തീയാ. മോശയുടെ മുമ്പിൽ അഗ്നി വെളിപ്പെടുവാനിടയായി. അഗ്നി വെളിപ്പെട്ടപ്പോൾ തന്നെ അഗ്നി വെളിപ്പെട്ടതിന് ശേഷമായിട്ട് കമ്മീഷനിങ് വരികയാണ്, നിയോഗം വരികയാണ്, അവന് ചുമതല കൊടുക്കുകയാണ്. കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കാൻ പോകുകയാണ്. മിസ്രൈം എന്ന് കേട്ടാൽ ഇവന് ഭയമാണ്, ഓടി. ഇവന് ഭയം. മിസ്രൈമിനെ ഭയപ്പെട്ടാണ് 40 വർഷമായിട്ട് ഇവൻ ഇവിടെ ആയിരിക്കുന്നത്.
കർത്താവ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ മിസ്രൈമിന് ഭയമാണ്. കർത്താവ് എക്സ്ക്യൂസസ് പറയുകയാണ്, എനിക്ക് പോകാൻ കഴിയത്തില്ല, നിന്റെ കയ്യിൽ എനിക്ക് പോകുവാനുള്ള കഴിവില്ല. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? എൻ്റെ കയ്യിലിരിക്കുന്നത് വടിയാണ്, താഴേക്ക് ഇടുക. താഴോട്ടിട്ട് കഴിഞ്ഞപ്പോൾ അത് പാമ്പായി തീർന്നു. പാമ്പിനെ കണ്ട് ഇവൻ ഓടുകയാണ്. എന്തിനാ പാമ്പിനെ കണ്ടോടുന്നതെന്ന് അറിയാമോ? മിസ്രൈമിൻ്റെ സൈൻ എന്ന് പറയുന്നത് പാമ്പാണ്. ഫറവോന്റെ സിംഹാസനത്തിൻ്റെ തലയ്ക്ക് മുകളിൽ പാമ്പാണ്, ഫറവോന്റെ അംശവടിയുടെ മുകളിൽ പാമ്പാണ്. അതുകൊണ്ട് പാമ്പിനെയാണ് ഇവന് ഏറ്റവും ഭയമുള്ളത്. ആ പാമ്പിനെ കണ്ടപ്പോൾ മോശ ഓടുകയാണ്. എന്നാൽ ഗ്ലോറി വെളിപ്പെടുന്ന ഇടത്ത് കർത്താവ് പറഞ്ഞു, അതിനെ കാരി പിടിച്ചോളാൻ പറഞ്ഞു. പിടിച്ചോ. ഇവനെ മോശയ്ക്ക് അത്ഭുതം. ഞാൻ 40 വർഷം ഭയപ്പെട്ടത് ഇപ്പോൾ എൻ്റെ കൈക്കുള്ളിൽ. വാ, ഞാൻ മിസ്രൈമിനെയാണ് ഇതുവരെ ഭയപ്പെട്ടത്, പാമ്പിനെയാണ് ഞാൻ ഇതുവരെ ഭയപ്പെട്ടത്. പാമ്പിപ്പോൾ എൻ്റെ കൈക്കുള്ളിൽ വടിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നു. എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ഭയപ്പെടുന്നതിനെ നിന്റെ കൈക്കുള്ളിൽ ഒതുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അധികാരത്തിന്റെ പകർച്ച മഹിമയിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രാപിച്ചോണം. നീ എന്തിനെയാ ഭയപ്പെടുന്നത്? നീ എന്തിനെയാ ഭയപ്പെടുന്നത്? നീ എന്തിനെയാ ഭയപ്പെടുന്നത്? അതിനെ നിന്റെ കയ്യിൽ ഒതുക്കുവാൻ പ്രാപ്തി തരുന്ന ഒരു മഹിമയുടെ സ്പർശനമുണ്ട്. ഗ്ലോറി നിന്നെ തൊടുകയാണ് എങ്കിൽ നീ ഇന്നും ഭയപ്പെടുന്നതിനെ നീ നിന്റെ കയ്യിൽ ഒതുക്കുവാൻ പോകുകയാണ്. ഈ രാജ്യത്തെ നിയമങ്ങളെയാണോ? നിന്റെ മുൻപിൽ വന്നിരിക്കുന്ന പ്രതിസന്ധിയെയാണോ? നിന്റെ തലമുറയുടെ ഫ്യൂച്ചറിനെയാണോ? നീ എന്തിനെയാ ഭയപ്പെടുന്നത്? ഭയപ്പെടുന്നതിനെ കർത്താവ് നിന്റെ കൈക്കുള്ളിൽ ഒതുക്കുവാൻ പോകുകയാണ്. ഞാൻ വിനയപുരസ്സരം പറയട്ടെ, സഹോദരന്മാരെ, നിങ്ങൾ ഭയപ്പെടുന്ന പലതും കണ്ടെന്നിരിക്കാം. അതിനെ മുഴുവൻ നിങ്ങളുടെ കയ്യിൽ ഒതുക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ഗ്ലോറിയെ കർത്താവ് നിങ്ങളുടെ മേൽ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഉദാസീനപ്പെട്ട് ഇതൊന്നും നടക്കുകയില്ല, ഇതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു എന്ന് കരുതരുത്. കർത്താവ് ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. യേശു ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല, ഇനി പരാജയപ്പെടുകയുമില്ല. മനുഷ്യൻ പരാജയപ്പെട്ടാൽ മനുഷ്യൻ പരാജയപ്പെട്ടാൽ അത് മനുഷ്യൻ്റെ കാര്യം. പക്ഷെ കർത്താവ് പരാജയപ്പെട്ടിട്ടില്ല, ഇന്നും പരാജയപ്പെട്ടിട്ടില്ല. ഞാൻ പ്രഥമ ഭാഗത്ത് പറഞ്ഞത് ആവർത്തിക്കുക. ഇന്നിപ്പോൾ വേറെ ആരെയും കിട്ടിയില്ല. ഇവിടെ ഇംഗ്ലണ്ടിലുള്ള ഒരു സായിപ്പിനെയും കിട്ടാത്തത് കൊണ്ട് ഇന്ത്യക്കാരനൊരുത്തിനെ ഇവിടെ കയറ്റി നിർത്തിയിരിക്കുകയാ. കർത്താവ് പരാജയപ്പെടത്തില്ല, കർത്താവ് പിടിച്ചെടുക്കും. ഓരോ ഇടങ്ങളെ പിടിച്ചെടുക്കും. നിന്റെ വീടിനെയും കർത്താവ് പിടിച്ചെടുക്കും. നീ കർത്താവിൽ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭവനത്തെ കർത്താവ് സ്നേഹം കൊണ്ട് പിടിച്ചെടുക്കും. നെയ്യം കർത്താവിൽ നിന്ന് ഓടിപ്പോകുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരു ചെറിയ നിലയിൽ മാറി നിൽക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയാൽ നിന്നെയും സ്നേഹം കൊണ്ട് കർത്താവ് പിടിച്ചെടുക്കുവാൻ ഇടവരും. അഭിഷേകം കൊണ്ട് കർത്താവ് നിന്നെ പിടിച്ചെടുക്കുവാൻ കഴിയും. നിന്നെ പിടിച്ചെടുക്കുക മാത്രമല്ല, നിന്നെ അയക്കാൻ പോകുകയാണ്. നിന്നെ അയക്കുവാൻ പോകുന്നു. മോശയുടെ കയ്യിലിരിക്കുന്ന പാമ്പിന്റെ പോസിബിലിറ്റി എന്താണെന്നറിയാമോ? വടിയുടെ പോസിബിലിറ്റി എന്താണെന്നറിയാമോ? മിസ്രൈമിൽ ചെന്ന് കഴിഞ്ഞാൽ സകല പാമ്പുകളെയും, താഴെ വീഴുന്ന സകല മന്ത്രവാദിയുടെ വടികളെയും വിഴുങ്ങും. പക്ഷെ മോശയുടെ വടിയുടെ നീളം കൂടത്തില്ല, വണ്ണം കൂടത്തില്ല. ഒരു പോരാട്ടവുമില്ലാതെ ഈ ദേശത്തെ സകല ശക്തികളെയും വിഴുങ്ങുവാൻ
കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാപിച്ചു. ഒരു പകർച്ച ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആ പകർച്ച സ്വീകരിച്ചു. അതര സകതം മാർച്ചകരോദന വത്സരവല്ലര ബാധികരാജ ഓരോ ചൂട സത്വരമന ഹതുരുദനബ്ധര വൽക്കപരം ദാ പാദുസ്പേദേ അധോരകരം വേദനവം ധനവൽക്കപരം ദം ജുബലസേതം മനദുൽമാനം സകനംദൽ മാനുദുരോജ ആഘോഷി അംസൽ മന്നം സത്തം മന്മർ വേഥൽമാന അർത്ഥസ്മാന അതരസ്വാഥ മന്ദരധാര വത്സകരന്ദ വാദികരാജ ജ്വാലാദ ചാരാജ സ്വാദേനി വൈസർഗാന വാഗുശോധിനി വയലഭുവോധിനി ബന്ധർവനദിനി വാദുസ്പേധന വൽക്കമനന്തരം ബോധസ്പേധന വന്ധര വൽക്കമൂതിൽ വല്ലര വന്ധനമെല്ലാം യേശുവിൻ നാമത്തിൽ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. പാതര ബാലകദാനം അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകണം. അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകണം. അഭിഷേകത്തിന്റെ പകർച്ച, അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകണം. അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകണം. ഓ, എല്ലാ മേഖലകളിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ പകർച്ച ഉണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ ഒരു പകർച്ച ഉണ്ടാകട്ടെ. ഓ ലതാചി, അഭിഷേകത്തിന്റെ ഒരു പകർച്ച, ആഴമേ ഒരു സ്പർശനം. ഞാൻ ആ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുവാൻ ഇടവരട്ടെ. നിന്റെ വടിയുടെ മേൽ കർത്താവിൻ്റെ സ്പർശനം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടിലുള്ള സകല പാമ്പുകളെയും നീ വിഴുങ്ങുകയും ചെയ്യും. നിനക്ക് വണ്ണവും കൂടത്തില്ല, നീളവും കൂടത്തില്ല. നീ പഴയ ആളായിരിക്കും. നിനക്ക് ഒരു പോരാട്ടം ഉണ്ടാകത്തില്ല. അവന്റെ മേലുള്ള സകല കെട്ടുകളെയും പൊട്ടിക്കുവാൻ വേണ്ടിയാ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ദുഷ്ടൻ അവനെ തകർത്തിട്ടിരിക്കുകയാ, അവന്റെ കുടുംബത്തെ തകർത്തിട്ടിരിക്കുക. മന്ത്രവാദ ശക്തികൾ അവന്റെ കുടുംബത്തെ തകർത്തിട്ടിരിക്കുകയാണ്. ലോകമോഹത്തിന്റെ സ്വാധീനങ്ങൾ അവന്റെ ജീവിതത്തെ, ശരീരത്തെ, കുടുംബത്തെ, ഫിനാൻസിനെ തകർത്തിട്ടിരിക്കുക. നീ ചെന്നെങ്കിലേ വിടുതൽ നടക്കത്തുള്ളൂ. നീ എന്ന അരിവാൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നെങ്കിൽ മാത്രമേ അവന്റെ ബന്ധനങ്ങൾ പൊട്ടിമാറത്തുള്ളൂ. അങ്ങനെ പൊട്ടിക്കണം. ഒരു 10,000-10,000 പേരുടെ ബന്ധനം പൊട്ടിക്കാൻ വേണ്ടി ഉള്ള ഒരു ആയുധമായി നീ തീരുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ അങ്ങനെ ഉപയോഗിക്കുവാൻ ഇടവരട്ടെ. എല്ലാ മേഖലകളിലും അതിനുള്ള സാധ്യതയാണ്. എൻ്റെ മകൾ ചബീത പഠിക്കുന്ന ക്ലാസ്സിൽ, അവൾ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ തൊട്ടടുത്തിരുന്ന കുട്ടി വാവിട്ട് കരയുവാൻ തുടങ്ങി. ചബീതയോട് പറഞ്ഞു, ചബീത എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ പപ്പായും മമ്മിയും തമ്മിൽ ഭയങ്കര വഴക്കാണ്. ഇന്നലെ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചു മറ്റു മുറിക്കകത്തിട്ട് പൂട്ടി. ഞാൻ നോക്കിയപ്പോൾ 3ാം ക്ലാസ്സിൽ അഭിഷേകമുള്ളവർക്ക് ശുശ്രൂഷയുടെ വഴി തുറക്കപ്പെടുകയാണ്. യെസ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോൾ, അവൾ റെബേക്കയുടെ മട്ടും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ഇംഗ്ലീഷ് ടീച്ചർ ചോദിച്ചു, നിൻ്റെ അപ്പൻ്റെ ജോലി എന്താണ്? അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു, എൻ്റെ അപ്പൻ പാസ്റ്ററാണ്. അപ്പോൾ ഇംഗ്ലീഷ് ടീച്ചർ പറഞ്ഞു, എനിക്ക് ആ ഫോൺ നമ്പർ വേണം. കണ്ടോ, ഒരാളുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം ഇതൊരു പാസ്റ്ററിൻ്റെ കൊച്ചാണെന്നുള്ളത്. ഓ, വൈകുന്നേരം വീട്ടിൽ വന്നു. അവളുടെ സുവിശേഷം വാക്കുകൊണ്ടായിരുന്നില്ല, അവളുടെ സുവിശേഷം അപ്പിയറൻസ് കൊണ്ടായിരുന്നു. എന്നാൽ വൈകുന്നേരം വീട്ടിൽ വന്നു. ഇംഗ്ലീഷ് ടീച്ചർ ഞങ്ങളെ വിളിക്കുവാനിടയായി. ഇംഗ്ലീഷ് ടീച്ചറുമായി ഞങ്ങൾക്ക് ആശയവിനിമയം നടത്തേണ്ടതായിട്ട് വന്നു, പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. നിന്നെ കർത്താവ് ആ നിലവാരത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക.
ഇവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ശമ്പളം, ആ സുഖങ്ങളിൽ മാത്രം ഈ ജീവിതം അങ്ങ് പാഴാക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒഴുകി പോകരുത്. മോശേ, നിന്റെ ഈ വടി കൊണ്ട് ഇല കുത്തി ആട് എന്ന് ആടിനെ അടിച്ച് തീർക്കാൻ വേണ്ടിയാണോ ഈ വടി? അല്ല. ഈ വടി കൊണ്ട് ദൈവത്തിന് ചെയ്യുവാൻ ചില പ്രവർത്തികളുണ്ട്. ഗ്ലോറിയുടെ ഒരു സ്പർശനം ഈ വടിയിൽ ഉണ്ടാകുകയാണ് എങ്കിൽ ഈ വടി കൊണ്ട് ഫറവോന്റെ വിരൽ, ഫറവോന്റെ മുഖത്ത് ഈ വടി കൊണ്ട് ചൂണ്ടുവാൻ തക്കവണ്ണമായിട്ട് ഫറവോന്റെ രാജ്യത്തിൽ നൈൽ നദിയിലെ വെള്ളത്തെ രക്തമാക്കുവാൻ, ഒരു ജനതയെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള പൊട്ടൻഷ്യൽസിനെ നീ അകത്തൊതുക്കി വെച്ചിട്ട് കേവലം നീ ഒരു കമ്പനിയിൽ ജോലി ചെയ്ത് അതിൻ്റെ ശമ്പളം വാങ്ങി പിള്ളേരെ വളർത്തി ജീവിതം നഷ്ടപ്പെടുത്തുവാൻ ഇടവരാതെ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം നിന്റെ ഉള്ളിൽ വന്നാൽ നിന്നെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ആഗ്രഹമുള്ളവർ, വിശ്വസിക്കുന്നവർ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രതികരിക്കുക. നിന്റെ മേൽ ഗ്ലോറി ഇറങ്ങാൻ പോകുകയാണ്. നിന്റെ മേൽ മഹിമ ഇറങ്ങാൻ പോകുകയാണ്. നിന്റെ വടിയുടെ മേൽ മഹിമ ഇറങ്ങുവാൻ പോകുകയാണ്. നിന്റെ വാക്കുകളുടെ മേൽ ഗ്ലോറി ഇറങ്ങുവാൻ പോകുകയാണ്. നീ ഒരിക്കലും ചിന്തിക്കാത്ത ഇടങ്ങളിൽ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുന്നു. ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത പ്രവർത്തികൾ നിന്നിലൂടെ പുറപ്പെടുവാൻ പോകുകയാണ്. ഇവരെയെല്ലാം കർത്താവ്, ഗ്ലോറിയിൽ നിറഞ്ഞവരെയെല്ലാം കർത്താവ് കൊണ്ടെത്തിക്കുന്നത് എവിടെയാണെന്നറിയാമോ? അധികാരികളുടെ മുൻപിൽ. ജോസഫിനെ കർത്താവ് ഇവിടെ കൊണ്ട് നിർത്തിയത്. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യയിൽ നടക്കുന്ന ഇവാഞ്ചലൈസേഷനുമായി ബന്ധപ്പെട്ടാണ് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറയുന്നു, ഈ താഴെ നിന്നുള്ള ഒരു ശുശ്രൂഷ നല്ലതാണ്, എന്നാൽ കൊയ്ത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നൊരു ശുശ്രൂഷ തുടങ്ങണം. യെസ്, അത് ഇന്ത്യയിൽ ആരംഭിക്കാൻ സമയമായിരിക്കുകയാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ തലമുറ വരെയും നടന്നിരുന്നത് യു പിയിലും മധ്യപ്രദേശിലും മറ്റുള്ള ഇടങ്ങളിലെല്ലാം നടന്നിരുന്ന അടിസ്ഥാന വർഗത്തെ താഴെ നിന്ന് നമ്മൾ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതുകൊണ്ട് നമുക്ക് മേളിലെങ്ങും എത്തുവാൻ, എലീറ്റ് ക്ലാസ്സിലെങ്ങും എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കർത്താവ് ഒരു പുതിയ വേല തുടങ്ങാൻ പോകുകയാണ്. യോസഫേ, നേരെ രാജാവിനെ പിടിച്ചു. മോശേ, വേറെ തഹസീൽദാരെ നോക്കണ്ട, ഡിസ്ട്രിക്ട് കളക്ടറെ നോക്കണ്ട, നേരെ രാജാവിനെ പിടിച്ചു. ഏലിയാവേ, നീ മറ്റെങ്ങും നോക്കേണ്ട കാര്യമില്ല, നേരെ രാജാവിനെ പിടിച്ചു. ഏലിശേ, നിന്റെ മേലുള്ളത് വളരെ വ്യത്യസ്തമാകുന്ന ഒരു അഭിഷേകമാണ്. നീ തീരുമാനിക്കുന്നവർ രാജാക്കന്മാരായാൽ മതി. കഴിഞ്ഞ തലമുറയിൽ നിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന പ്രവാചകൻ രാജാക്കന്മാരുമായി നേരിട്ട വ്യക്തിയാകുന്നുവെങ്കിൽ നിന്റെ മേൽ വന്നിരിക്കുന്ന അഭിഷേകം നീ തീരുമാനിക്കുന്നവർ രാജാക്കന്മാർ ആയാൽ മതി എന്നുള്ള നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറുവാൻ പോകുകയാണ്. അതിന്റെ പ്രായോഗിക വശം പറയുകയാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും രാജാക്കന്മാരുടെ അരികിൽ എത്തുവാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ നിങ്ങളായിരിക്കുന്ന ചില ഇടങ്ങളിൽ അധികാരികളുണ്ട്. നിങ്ങളുടെ ഓഫീസുകളിൽ അധികാരികളുണ്ട്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഇടത്ത് അധികാരികളുണ്ട്. നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് അധികാരികളുണ്ട്. ആ അധികാരികളുടെ മുൻപിൽ തേജസ്സുമായി നിൽക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്കതിനാഗ്രഹമുണ്ടെങ്കിൽ കർത്താവ് ആ തേജസ്സിന്റെ സ്പർശനത്തെ നിന്റെ മേൽ അയക്കുവാൻ വിശ്വസ്തനാണ്. ഈ പകൽ അതിനാഗ്രഹിക്കുന്നവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ അവരുടെ മേലൊരു പകർച്ച പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുവാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവിനാൽ അവരുടെ മേലൊരു പകർച്ച സംഭവിക്കുവാൻ ഇടവരട്ടെ.
ദരബാന സന്ധന വൽധന വന്ധന വൈൽകര മംധിമരേതി പാർത്ഥുന ബന്ധന വൽധമനോദിനി ഹതന ദുരന്ധന വൽധമനാദ അതുരം സാഞ്ചിനി വൽക്കമനോദന യരിയം ധാരത ബന്ധന ദൽമാനഗജ വാചന മാധികരേദ അബ്സോധികരേദൽ മനദുരമദനേ ഔഷധൈനേ ലോറോ ശിമനേ ദോരോ സന്ധനവദനേ ഔഷമാധന. ഞാൻ ആ ഭാഗത്ത് തൊട്ടതുകൊണ്ട് ആ ഭാഗം വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകാം. യോസഫ് രാജാവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്, മോശ രാജാവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്, ഏലിയാവ് രാജാവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്, എലീഷ രാജാവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്, എസ്തർ രാജാവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. കർത്താവ് ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറയാനിടയായി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? പൊടുന്നതിനെയാണ് കർത്താവ് പറഞ്ഞത് എസ്തർ. എസ്തർ മുഖാന്തരമായി രാജ്യത്തിൻ്റെ നിയമത്തിനും മാറ്റം വരുവാനുണ്ട്. എസ്തർ എന്ന ഒരു ലേഡിയുടെ റീസൺ, ഈ ലേഡിയെ കർത്താവ് ഉപയോഗിച്ചതിൻ്റെ പരിണത ഫലമായി ഇന്ത്യയിൽ ആ നാളുകളിൽ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ ഭാഷയിൽ മോർദെഖായിയുടെ കത്ത് വന്നു. ഇത് ഞങ്ങൾക്കുള്ള ആലോചനയാണ്. ഞങ്ങൾക്ക് അന്നൊരു കത്ത് കിട്ടിയെങ്കിൽ ഈ തലമുറയിൽ ഒരു പുത്തൻ കത്തിനെ ഞങ്ങൾക്ക് കർത്താവ് തരാൻ പോകുകയാണ്. നീ ഒരു എസ്തർ ആകുന്നു എന്ന് നീ നിന്നോട് തന്നെ പറ. ഞാനൊരു എസ്തർ ആകുന്നു എന്ന് നീ നിന്നോട് തന്നെ പറ. നിനക്ക് സ്വർഗത്തിലെ ഫേവർ ലഭിക്കുകയാണ്. സ്വർഗത്തിലെ ഫേവർ ലഭിക്കുന്നതിനാൽ നീ അധികാരികളുടെ മുൻപിൽ നിൽക്കാൻ പോകുന്നു. നീ ഉന്നതന്മാരുടെ മുൻപിൽ നിൽക്കുവാൻ പോകുകയാണ്. അവരോട് യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുവാൻ കർത്താവ് നിന്നെ ബലപ്പെടുത്തുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഓ റസാതി ഓ ശിമാതനെ മനസ്സിമനദിനി അർത്ഥന സയാന്തുനെ. നീ അത് വിശ്വസിച്ച് സ്വീകരിക്കുകയാണ് എങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകുവാനിടവരും. ഞങ്ങൾക്ക് അതിനൊക്കെയുള്ള ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. ഓ യെസ്, ഡാനിയേലിനെ കർത്താവ് ഇവിടെ നിർത്തിയത് രാജാവിൻ്റെ മുൻപിലാണ് നിർത്തിയത്. ആ രാജ്യത്തെ നിയമം മാറുവാനിടയായി. ഡാനിയേലിൻ്റെ കൂടെയുള്ള 3 ചെറുപ്പക്കാരുണ്ട്. അവരെ പിടിച്ച് തീയിലിടുവാനിടയായി. തീയിലിട്ട രാജാവിൻ്റെ അവൻ്റെ കണ്ണു പൊള്ളിയതല്ലാതെ, അവൻ്റെ ഹൃദയം പൊള്ളിയതല്ലാതെ അഭിഷക്തന്മാരുടെ ശരീരത്തിൽ ഒരു കേടും വരുവാനിടയായില്ല. ജീസസ് ക്രൈസ്റ്റ് നേതൃത്വത്തിൻ്റെ മുൻപിൽ ഭയപ്പെടാതെ നിൽക്കുവാനിടയായി. ഹെരോദാവിനെ വിളിച്ചു, ആ കുറുക്കനോട് ചെന്ന് പറ, താൻ ക്രൂശിക്കപ്പെടുന്നതിന് മുന്നമേ ആണെങ്കിൽ പോലും പീലാത്തോസിന് മുൻപിലും അധികാരികളുടെ മുൻപിലും യേശു നിൽക്കുവാനിടയായി. അത് തന്നെയാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്നാൽ അത്ഭുതകരമാകുന്നൊരവസരം പൗലോസിന് സംഭവിച്ചിട്ടുണ്ട്. പൗലോസിന് സംഭവിച്ചത്, പൗലോസ് നിങ്ങൾക്കറിയാമല്ലോ, 16-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ ജയിൽ പൊളിഞ്ഞ് പൗലോസ് പുറത്തു വന്നു. എന്നാൽ 22 മുതലുള്ള അധ്യായങ്ങളിൽ പൗലോസിൻ്റെ മുൻപിൽ വെളിപ്പെട്ട ജയിൽ പൊളിഞ്ഞില്ല, പുറത്തു വന്നില്ല. രണ്ടിടത്തും പൗലോസ് പ്രയോജനപ്പെട്ടു. ജയിൽ പൊളിഞ്ഞ് പുറത്തു വന്നപ്പോഴും പൗലോസ് പ്രയോജനപ്പെട്ടു. ജയിൽ പൊളിയാതിരുന്നപ്പോൾ അകത്തും പൗലോസ് പ്രയോജനപ്പെട്ടു. പലർക്കും ഒരു ധാരണയുണ്ട്, ചില പ്രത്യേക വിഷയങ്ങളിൽ ചില വിടുതലുകൾ നടന്നെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ശരിയാകുകയുള്ളൂ എന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. നിന്റെ മനസ്സു മാറിയാൽ മതി, വിടുതൽ നടന്നില്ലെങ്കിൽ പോലും ദൈവപ്രവർത്തികൾ നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. നിന്റെ മനോഭാവം മാറിയാൽ മതി, നിന്റെ ആറ്റിറ്റ്യൂഡ്സ് മാറിയാൽ മതി.
വീസ ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടായിരിക്കാം, ഇവിടുത്തെ ഒരു വീസ കിട്ടിയാലേ ഒക്കുകയുള്ളൂ. ഞാൻ വിനയപുരസ്സരം പറയട്ടെ, ഇവിടുത്തെ വീസ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോവും, അല്ലെ വേറെ എവിടെയെങ്കിലും പോവും. നീ എവിടെയായിരുന്നെങ്കിലും യേശു ഉണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കർത്താവ് നിനക്ക് വിസ തരട്ടെ, റെസിഡന്റ് പെർമിറ്റ് തരട്ടെ. പക്ഷേ ഞാനൊരു സത്യമാണ് പറഞ്ഞത്, അത് കിട്ടിയിട്ട് സന്തോഷിക്കാനിരിക്കേണ്ട. അത് കിട്ടിയില്ലെങ്കിലും കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാൻ തുടങ്ങുകയാണെങ്കിൽ യേശു ഇല്ലാതെ അമേരിക്കയിൽ പോകുന്നതിലും നല്ലത് യേശു ഉള്ളവനായി ഉഗാണ്ടായി പോകുന്നതാണ്. കാരണം യേശു ഉണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന ഉഗാണ്ടയെ നിനക്ക് വേണ്ടി കർത്താവ് അമേരിക്കയാക്കും. അത് നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. യേശു ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ ഉഗാണ്ടയിലായിരിക്കുകയാണെങ്കിൽ നിനക്ക് ചുറ്റും കർത്താവ് എന്താക്കുമെന്നറിയാമോ? സ്വർഗതുല്യമാക്കുവാൻ ഇടവരും. സ്വർഗതുല്യമാക്കുവാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നിന്റെ സർക്കംസ്റ്റാൻസസിനെ ഹെവനാക്കുന്ന ഒരു സിമ്പിൾ ഒരു ഉപകരണമുണ്ട്, ഒരു സിമ്പിളാകുന്ന ഒരു വഴിയുണ്ട്. എന്താണെന്നറിയാമോ? വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ മതി. എത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സഹോദരി നിങ്ങൾക്കെല്ലാം ഒരു ശല്യമാണെന്ന് എനിക്ക് മനസ്സിലായി, പലരുടെയും മുഖഭാവം കണ്ടതുകൊണ്ട്. പക്ഷേ ആ സഹോദരി ഭയങ്കര ബുദ്ധിയുള്ളവളാണ്. ആർക്കും വേണ്ടെങ്കിലും അവൾ സ്വയം സ്വർഗം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രസംഗമേ കേൾക്കുകയുള്ളൂ. പ്രസംഗത്തിനകത്ത് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇൻഫോർമേഷൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ആ ഇൻഫോർമേഷൻസ് നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായി തീരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചില സ്പിരിച്വൽ ആക്ടിവിറ്റീസും നിങ്ങളിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമാണ്. യേശുവിൻ നാമത്തിൽ വാക്ക് തുറന്ന് കരമൊക്കെ അടിച്ച പിന്നിലിരിക്കുന്ന സഹോദരന്മാരൊക്കെ കരമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പറഞ്ഞ ഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കുക. പൗലോസിന്റെ രണ്ടാമത്തെ ജയിൽ പൊളിഞ്ഞില്ല. എന്നാൽ പൗലോസിന് കിട്ടുന്ന അവസരങ്ങൾ ചെറുതല്ല. ഫെലിക്സിന്റെ മുൻപിൽ പൗലോസ് നിൽക്കുകയാണ്. ജയിലിനകത്തായിരിക്കുമ്പോൾ ഫെലിക്സിന് പ്രസംഗം കേൾക്കാൻ അങ്ങ് ഇഷ്ടമായി. വീണ്ടും വീണ്ടും വിളിച്ച് ഫെലിക്സ് പൗലോസിന്റെ പ്രസംഗം കേൾക്കുകയാണ്. മാനസാന്തരപ്പെട്ടില്ല. പക്ഷേ പൗലോസിന് എവിടെയാണ് പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത്? ഇന്നലകളിൽ പൗലോസിന് ലഭിച്ചത് തെരുവുകളിലും ചർച്ചുകളിലുമാണ് ലഭിച്ചതെങ്കിൽ ഇന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിൽ. ഫെലിക്സ് വന്നിട്ട് പൗലോസിനെ ഇട്ടിട്ട് പോയി ഫെസ്തോസ് വരുവാനിടയായി. ഫെസ്തോസ് വന്നു കഴിഞ്ഞപ്പോൾ ഫെസ്തോസിന്റെ മുൻപിലും പ്രസംഗിക്കാൻ അവസരം. ഫെസ്തോസിന്റെ മുൻപിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അഗ്രിപ്പ രാജാവ് വരുന്നത്. അഗ്രിപ്പ രാജാവ് വന്നു കഴിഞ്ഞപ്പോൾ ഫെസ്തോസ് പറഞ്ഞു, ഇതുപോലൊരു തടവുകാരനുണ്ട്. പൊടുന്നനെ അഗ്രിപ്പ രാജാവിന് ഒരു ആഗ്രഹം, അവൻ്റെ പ്രസംഗം കേൾക്കണമെന്ന്. പിറ്റേ ദിവസം അഗ്രിപ്പ രാജാവും ബർണിക്കായുമായിട്ട് ഒരുമിച്ച് വരികയാണ്. ഇപ്പോൾ കോർട്ട് റൂമിൽ ആരൊക്കെയുണ്ടെന്ന് അറിയാമോ? ഫെസ്തോസ് ഉണ്ട്, കിങ് അഗ്രിപ്പ ഉണ്ട്, ക്വീൻ ബർണിക്ക ഉണ്ട്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 25-ാം അധ്യായത്തിൽ 23 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിറ്റേത് അഗ്രിപ്പ രാജാവ് ബർണിക്കയുമായി ആഡംബരത്തോടെ വന്നു. ഇവര് രാജാവ് വന്നതുകൊണ്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സഹസ്രാധിപതികളും നഗരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരമണ്ടത്. നോക്ക്, ഫുൾ ആയിട്ടുള്ള അതോറിറ്റീസ് വന്ന് നിൽക്കുകയാണ്. കളക്ടേഴ്സ്, ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ കളക്ടേഴ്സ്, മേയേഴ്സ്. രാജാവ് വന്നിട്ടുണ്ട്.
അതുകൊണ്ട് എല്ലാ മേയേഴ്സ്, കളക്ടേഴ്സ് എല്ലാം അവിടുത്തെ ലോക്കൽ ലീഡേഴ്സും വന്നിരിക്കുകയാണ് ആരുടെ പ്രസംഗം കേൾക്കുവാൻ? എല്ലുപോലെയുള്ളൊരു തടവുകാരൻ പൗലോസിന്റെ പ്രസംഗം കേൾക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഇവരൊക്കെ രാജാക്കന്മാരെ തൊട്ടവരാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ അരുണാചൽ പ്രദേശിൽ ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് അവസരം പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ചേർച്ചിലുള്ള ഒരു മോൻ ഒരു യൗവനക്കാരൻ അവിടെ മത്സരിച്ച് കണ്ടസ്റ്റ് ചെയ്ത് MLA ആയിട്ട് ജയിക്കുവാനിടയായി. MLA ആയി ജയിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നിയമസഭയിൽ അവന് കർത്താവിന് വേണ്ടി നിലകൊണ്ടു. കർത്താവിന് വേണ്ടി അവൻ നിലകൊണ്ട് അവിടെ മതനിരോധന ബില്ലുണ്ട്, അതിനെതിരെ അവൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ 13 രഹസ്യ ക്രിസ്ത്യാനികൾ എഴുന്നേറ്റ് വന്നു. അത് വർഷങ്ങൾക്ക് മുന്നമെയാണ്. ഇന്നിപ്പോൾ സ്ഥിതിയെല്ലാം മാറിയിരിക്കുകയാണ്. അങ്ങനെ അവനൊരു ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിക്കുവാനിടയായി. മിനിസ്റ്റേഴ്സിനും സ്പീക്കറിനും ഒക്കെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ക്രമീകരിച്ചു. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി. ഒരു കൂട്ടം മിനിസ്റ്റേഴ്സും MLAസും എല്ലാം വന്ന് അവൻ്റെ വീട്ടിൽ വെച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് നടക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ചിലർ ചെന്നതിന് ശേഷമായിട്ട് അവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ അവസരം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഞാൻ യാജുലി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. അവിടെ ചർച്ച് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ MLA വന്നിട്ടുണ്ട്. ചർച്ചിൻ്റെ ഇനാഗുറേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞ് MLA വന്നിട്ടുണ്ട്. MLA ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടർ, ലേഡിയാണ് ഡിസ്ട്രിക്ട് കളക്ടർ വന്നിട്ടുണ്ട്. അവർ വരുന്നു എന്നതുകൊണ്ട് ലോക്കലായിട്ടുള്ള തഹസീൽദാരും എല്ലാം ഉണ്ട്. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ചർച്ച് ഡെഡിക്കേഷൻ ഇവരെല്ലാം പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം ഉണ്ട്, കളക്ടറുമുണ്ട്. എന്താകട്ടെ എന്ന് വിചാരിച്ച് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് അങ്ങ് പോകും, 5 മിനിറ്റിനുള്ളിൽ പോകും, നാട മുറിച്ചതിന് ശേഷം പോകുമെന്ന് കരുതി. പക്ഷെ പോയില്ല, അവരവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു എഞ്ചിനീയർ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. ഡിസ്ട്രിക്ട് കളക്ടർ നിലത്തിരിക്കുകയാണ്, MLA അവിടെ ഇരിക്കുകയാണ്. ഇവരിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇവരുടെ എല്ലാ ജോലിക്കാരും പുറയിൽ തഹസീൽദാർ ഉൾപ്പെടെ ഇരിക്കുകയാണ്. ആ സമയം നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് തോന്നി. കർത്താവിൽ ഞാനങ്ങ് പറഞ്ഞ് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഇവിടെ യേശുവിൻ്റെ സുവിശേഷം ഇവിടെ വന്നിരിക്കുന്നത് സർ ഈ സംസ്ഥാനത്തിന് വിരോധമല്ല, ഈ സംസ്ഥാനത്തിനൊരു അനുഗ്രഹമാണ്. നോക്ക്, ഇയാൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു എഞ്ചിനീയറാണ്. ഇയാൾ കൈക്കൂലി വാങ്ങുന്നവനായിരുന്നു. ഒരു മാസം 40,000 രൂപ വരെ കൈക്കൂലി വാങ്ങുമായിരുന്നു. എന്നാൽ യേശുവിൽ വന്നതിന് ശേഷം കൈക്കൂലി വാങ്ങുന്നത് അവസാനിപ്പിച്ചു. ഗവൺമെൻറ് ഞങ്ങൾ നന്മയാണോ ചെയ്യുന്നത്, നന്മയാണോ ചെയ്യുന്നത്? ഞങ്ങളുടെ കൂടെ ഇപ്പോൾ വളരെയധികം ആളുകളുണ്ട്. അവരിൽ ഭൂരിപക്ഷം ആളുകൾ മദ്യപാനികളായിരുന്നു. എന്നാൽ യേശുവിൽ വന്നതോടുകൂടി അവരുടെ മദ്യപാനം മാറി. 5 മിനിറ്റിനുള്ളിൽ പോകാൻ വന്നവരായി ലീഡേഴ്സ് ആരും പോയില്ല. മുഴുവൻ സമയം ഇരുന്നു. 3.5 മണിക്കൂർ സെഷൻ മുന്നോട്ട് പോയി. ഒരെണ്ണം എഴുന്നേറ്റ് പോയില്ല. യോഗം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലേലും പോകുന്നു വിചാരിച്ചു. പോയില്ല. ഭക്ഷണം ഉണ്ടായിരുന്നു. ഈ കളക്ടറും അവരും ഇരുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ. ഞാൻ വിചാരിച്ചു ഇവരെ എന്താ ഈ പിടിച്ചു നിർത്തുന്നത്? കർത്താവിനോടൊന്ന് എൻ്റെ സാന്നിധ്യമാണ് പിടിച്ചു നിർത്തുന്നത്. അവർ ജീവിതത്തിൽ ഒരിക്കലും ഇത് അനുഭവിച്ചിട്ടില്ല. അവർക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കുവാനിടയായി. ഞങ്ങളിരുന്നു ഭക്ഷണം കഴിക്കുവാനിരുന്നു. ഈ IAS ലേഡി അവളെന്നോട് ആശയവിനിമയം നടത്തുവാൻ തുടങ്ങി. അവൾ നടത്തിയ ഒരു ആശയവിനിമയം ഞെട്ടിപ്പിക്കുന്ന ആശയവിനിമയമാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവളോട് പറഞ്ഞത്, നിങ്ങൾ ഈ മെസ്സേജ് അറ്റ്ലീസ്റ്റ് ഒരു 40 ഇയേഴ്സ് മുൻപ് അരുണാചലിൽ എത്തിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ പ്രീവിയസ് ജനറേഷൻ ഇത് അറിഞ്ഞിരുന്നു എങ്കിൽ. ഇവിടെ ഞങ്ങളൊക്കെ വർഷങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടും ലണ്ടനിലെ മലയാളികൾക്ക് മനസ്സിലാകാത്തൊരു സൂത്രം ആ ഡിസ്ട്രിക്ട് കളക്ടർക്ക് മനസ്സിലായി. അവരെന്നോട് പറഞ്ഞു അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റുമായി വന്നിട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അവർ പറയുകയാണ്, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ അവർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, ഞാൻ 2 ട്രൈബുകൾ തമ്മിൽ ഇന്നെനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചോദിച്ചാൽ എന്താണ്? 2 ട്രൈബുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ മാസങ്ങളായി ഞാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് നിങ്ങളുടെ പ്രസംഗത്തിലൂടെ എനിക്ക് മനസ്സിലായി ആ പ്രശ്നം ഒരു നാച്ചുറൽ പ്രശ്നമല്ല, ഒരു സ്പിരിച്വൽ പ്രശ്നമാണ്. നിനക്കിതുവരെ മനസ്സിലായോ? നിന്റെ വീട്ടിലെ പ്രശ്നം, അതിന്റെ പിന്നിൽ ഒരു സ്പിരിറ്റ് ഉണ്ടെന്ന് നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലല്ലോ. നിന്റെ പല യാത്രകളിലും വരുന്ന പലവിധമാകുന്ന പ്രതിസന്ധികള്, അതിന്റെ പിന്നിൽ ഒരു ഈവിൾ സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നിനക്ക് മനസ്സിലായില്ലല്ലോ. IASകാരിക്ക് ബൈബിൾ അറിയത്തില്ലെന്നുണ്ടെങ്കിലും അവൾക്ക് പ്രസംഗം കേട്ടപ്പോൾ കാര്യം മനസ്സിലായി. അവൾക്ക് ട്രൈബിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ല. അവൾ എന്നോട് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിടാനുള്ള നിയമം അവിടെ ഉണ്ട്. അവൾ എന്നോട് പറയുക, അവിടെ നിങ്ങൾക്ക് വന്ന് പ്രസംഗിക്കാമോ? ഞാൻ ചോദിച്ചു, ഞാൻ വന്ന് പ്രസംഗിച്ചാൽ? നിങ്ങൾ പ്രസംഗിച്ചാൽ ഇത് കേട്ടാൽ അവരുടെ പ്രശ്നം തീരും.
അതാണ് ഈ പകൽ നിന്റെ മേൽ ആ ഗ്ലോറിയുടെ ഒരു സ്പർശനമുണ്ടായാൽ, നീ പൗലോസ് ആണെങ്കിൽ നീ അഗ്രിപ്പാവിന്റെ മുൻപിൽ നിൽക്കും. നീ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ആ ഓഫീസിലെ പ്രധാനപ്പെട്ടവർക്ക് നീ ആവശ്യമുള്ള വ്യക്തിയായി തീരും. ഈ ഗ്ലോറിയുടെ ഒരു അംശം നിന്റെ മേൽ വീഴുകയാണ് എങ്കിൽ, ഞാൻ പറയുന്ന ആവർത്തിക്കട്ടെ, നീ പൗലോസ് ആണെങ്കിൽ നീ അഗ്രിപ്പാവിന്റെ മുൻപിൽ നിൽക്കും. നീ ഇവിടെയുള്ള ഒരു ഹോസ്പിറ്റലിലെ നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ മുൻപിൽ നീ യേശുവിനെ കുറിച്ച് പറയാൻ നിനക്ക് അവസരം കർത്താവ് തരും. അവളുടെ ഒരു ആവശ്യത്തിന് നീ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. നീ ആയിരിക്കുന്ന എവിടെയാ, നിന്റെ മുകളിലുള്ള അതോറിറ്റീസിന്റെ മുൻപിൽ ഗ്ലോറിയുമായി നിൽക്കുവാൻ കർത്താവ് തന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. അഭിഷേകത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങട്ടെ. ആത്മശക്തി നിന്റെ മേൽ ഇറങ്ങട്ടെ. ഈ ഭാഗത്ത് ഞാൻ ഉത്സാഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ നിലവാരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടവരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മലയാളികൾക്ക് മാത്രമേ ഇവിടെ കൂടി വരുവാൻ കഴിയുകയുള്ളൂ? അല്ല, ഇവിടെയുള്ള തദ്ദേശവാസികൾക്ക് ഇത് നാഷണൽ ആക്കി മാറ്റുവാൻ തക്കവണ്ണം കർത്താവ് പ്രാപ്തിയുള്ളവർ. വളരെ വർഷങ്ങൾക്ക് മുന്നമേ കർത്താവ് പറഞ്ഞൊരാലോചനയാണ്. യൂറോപ്പിൽ ഉള്ള പല ശൗലുമാരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പൗലോസുമാരെ പുറത്തു കൊണ്ടുവരുവാൻ സഭയെ കർത്താവ് ഉപയോഗിക്കും. നീ അത് വിശ്വസിക്കുകയാണെങ്കിൽ ഈ സഭയെ കർത്താവ് ആ നിലവാരത്തിൽ ഉപയോഗിക്കുവാൻ വിശ്വസ്തനാണ്. ഇവിടെ പല ശൗലുമാരും തെക്കും വടക്കും നടക്കുന്നുണ്ട്. അവന്റെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പൗലോസ് ഉണ്ട്. ആ പൗലോസിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി സഭയെ ഉപയോഗിക്കുവാൻ കർത്താവ് പ്രാപ്തിയുള്ളവനാണ്. യേശുവിൻ നാമത്തിൽ അന്ത്യകാല കൊയ്ത്തിനു വേണ്ടിയുള്ള മഹിമ നിന്നെ തൊടട്ടെ. ആ അധികാരത്തിന്റെ ശക്തി നിന്റെ അധരത്തിലൂടെ പുറപ്പെടട്ടെ. ഞാൻ ആ ഭാഗത്തുനിന്ന് പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഭാഗങ്ങളിൽ നിങ്ങളുടെ മേലൊരു അമാനുഷിക സൂപ്പർ നാച്ചുറൽ ആകുന്ന ഒരു സ്ട്രെങ്ത് വ്യാപരിക്കുവാൻ ഇടവരും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഗ്ലോറിയോടുകൂടെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് വ്യാപരിക്കണമെന്ന്? ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യമാണ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ സുപ്പീരിയർ ടു നാച്ചുറൽ. നാച്ചുറലിനേക്കാളും സുപ്പീരിയർ ആണ്. യേശു കർത്താവ് വെള്ളത്തിന്റെ മുകളിൽ നടന്നു. എന്താണ് നാച്ചുറൽ ലോ? എന്താണ് ലോ ഓഫ് ഗ്രാവിറ്റി? വെള്ളത്തിൽ മുങ്ങിപ്പോകും. അപ്പോൾ കർത്താവിന് അവിടെ വള്ളങ്ങൾ ഇല്ലാത്തതിനാൽ ആ സമയത്ത് അക്കരെ പോകണം. അതുകൊണ്ട് കർത്താവ് വള്ളത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ വള്ളം ഉണ്ടെങ്കിൽ കർത്താവ് വള്ളത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ അവിടെ വള്ളമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ നേച്ചറിൻ്റെ ലോയെ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തിട്ട് സൂപ്പർ നാച്ചുറലിൽ നടന്നുപോയി. Lord Masima Ganadia Gavala Thoras Palkarada Lau Haba Hatara Laha Au Shatara Labantini Ravusamatini Eladini. ഇതൊരു സമാപന സെഷനാണ്. നമുക്ക് അധികം സമയവുമില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് ആലോചനകൾ നിങ്ങൾക്കുള്ളതാകുന്നുവെന്ന് ബോധ്യം ലഭിക്കുകയാണെങ്കിൽ അത് ആത്മാവിൽ പിടിച്ചെടുത്തോണം. നിന്റെ ജീവിതത്തിൽ നേച്ചറിലെ ലോയെ പോലും സസ്പെൻഡ് ചെയ്തിട്ട് നിനക്ക് ചിലപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ കാല് വയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ നൽകി തരുവാൻ ഇടവരും. അത്തരത്തിലൊരു അധികാരം നിന്റെ മേൽ യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ.
ഏതാണ്ട് ആ മോൾ ഇന്നലെ വന്ന അഭിഷേകം പ്രാവശ്യം മോൾ ഇപ്പുറത്തിരിക്കുന്ന കണ്ണാടി വെച്ച മോളെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി തൊടുന്നുണ്ട്. ഈ പറയുന്ന ആലോചനകൾ നിനക്ക് വേണ്ടിയുള്ള ആലോചനകളാണ്. ചില മേഖലകളിൽ നീ നേച്ചറിൻ്റെ ലോയെ പോലും സസ്പെൻഡ് ചെയ്ത് ആമേൻ ചില അത്ഭുത പ്രവർത്തികൾ നിന്റെ മുൻപിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഞാൻ അവസാന സമയത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമയം വേഗത്തിൽ കടന്നു പോകുന്നത് കൊണ്ട് ഞാൻ വേഗത്തിൽ പോകട്ടെ. ആമേൻ നേച്ചറിൻ്റെ മുകളിൽ സുപ്പീരിയർ ആകുന്ന നാച്ചുറലിൻ്റെ മുകളിൽ സുപ്പീരിയർ ആകുന്ന ഒരു അവസ്ഥയിൽ നിന്നെ കർത്താവ് എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ സമയത്ത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്ത് ദോശയുടെയോ ചോറിൻ്റെയോ ചിക്കൻ്റെയോ സ്ട്രെങ്ത് അല്ല. ദാറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത്. ആ സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത് വ്യാപരിച്ചത് കൊണ്ടാണ് ആളുകൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊടുവാൻ തിക്കും തിരക്കും കൂട്ടിയത്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഭാഗം ശ്രദ്ധിക്കുക. അവിടെ കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുകയാണ്. അവിടെ മർക്കോസിൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം കൂടെ ചേർത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ ആ 12 വർഷം രക്തസ്രവമുള്ള സഹോദരിക്ക് ഒരു കാര്യം വെളിപ്പെട്ട് കിട്ടി. ഒരു പ്രധാനപ്പെട്ട കാര്യം വെളിപ്പെട്ട് കിട്ടി. എന്താണെന്നറിയാമോ? ശക്തി ശരീരത്തിലാണ്. ആരുടെ ശരീരത്തിൽ? ക്രിസ്തുവിൻ്റെ ശരീരത്തിലാണ്. അതുകൊണ്ടാണ് അവൾ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിലൂടെ പോയിട്ട് കർത്താവിൻ്റെ ശരീരത്തോട് പറ്റിയിരിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ നൂലിൻ്റെ തൊങ്ങലിൽ തൊടുവാൻ അവൾ ആമേൻ ആ നിലയിൽ അവൾ ഇടപെട്ടത്. തൊട്ടപ്പോൾ അവളുടെ മേൽ ശക്തി വ്യാപരിച്ചു. അങ്ങനെയെങ്കിൽ ആ ഭാഗം ഞാൻ ഒരിക്കൽ കൂടെ സ്ട്രെസ് ചെയ്യുകയാണ്. ശക്തി എവിടെയാണ്? നിങ്ങൾ പറഞ്ഞേ, ശക്തി എവിടെയാണ്? ശക്തി എവിടെയാണ്? ശക്തി എവിടെയാണ്? ശക്തി എവിടെയാണ്? ശക്തി എവിടെയാണ്? ശക്തി എവിടെയാണ്? നിന്റെ ശരീരത്തിലല്ല, സഭയാകുന്ന ശരീരത്തിൽ. ഇവിടെ നിങ്ങൾ സഭയാകുന്ന ശരീരം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് ശക്തി പുറപ്പെടാൻ പോകുകയാണ്. പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു തിക്കും തിരക്കും വെളിപ്പെടുവാൻ ഇടവരും. സഭയെ തൊടുവാൻ വേണ്ടി, സഭയെ തൊടുവാൻ ഒരു തിക്കും തിരക്കും വെളിപ്പെടുവാൻ ഇടവരും. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആ നിലവാരത്തിലുള്ള ഗ്ലോറി ഈ സഭയുടെ നടുവിൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഇടവരട്ടെ. അതൊരു ഉണർവായി വ്യാപരിക്കട്ടെ. അതൊരു ഉണർവായി വ്യാപരിക്കട്ടെ. ഓ ലോർഡ് ജീസസ്, എനിക്ക് ഈ സന്ദേശത്തിൻ്റെ സമാപന ഭാഗങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അത്ഭുതങ്ങളുണ്ട്. ആമേൻ. അന്ത്യകാല കൊയ്ത്തിൻ്റെ നടുവിൽ ആ കൊയ്ത്തിന് വേണ്ടി കർത്താവ് നിങ്ങളെ ആയുധമായി എറിയുവാൻ പോകുകയാണ്. അങ്ങനെ ആ കൊയ്ത്ത് നടക്കുന്ന സന്ദർഭത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ പരാമർശിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഞാൻ 126-ാം സങ്കീർത്തനത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് ആഗ്രഹിക്കുന്നത്. 126-ാമത്തെ സങ്കീർത്തനത്തിൽ നിങ്ങൾക്ക് അവിടെ ഒരു കൊയ്ത്തിനെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവ സിയോനിലെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. ഒരു കൊയ്ത്തിനു വേണ്ടി നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ, കൊയ്ത്ത് നടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഭയങ്കര ആർപ്പും ആരാധനയും വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാസേജ് ഉണ്ട്. ആ പാസേജ് പ്രസക്തമാണ്. ഞാൻ ആവർത്തിക്കുകയാണ്. തെക്കേ നാട്ടിലെ അവർ പ്രാർത്ഥിക്കുകയാണ്. തെക്കേ നാട്ടിലെ നീരുറവകളെ മടക്കി വരുത്തിയതുപോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. എന്താണ് ഈ തെക്കേ നാട്ടിലെ നീരുറ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമോ, ഈ ജെറുസലേമിൻ്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത് ബർഷേബ മരുഭൂമിയാണ്. അവിടെ ആ ബർഷേബ മരുഭൂമിയാണ്. ആ മരുഭൂമിയുടെ ഇടയ്ക്കും ചില നീരുറവുകളുണ്ട്. ഇവർക്ക് റെയിനി സീസൺ ഉണ്ടല്ലോ, മുൻമഴയും പിന്മഴയുള്ള ആ സീസണുണ്ട്. ആ സീസണിൽ മാത്രമേ ഈ നീരുറവയ്ക്കകത്ത് വെള്ളം കാണത്തുള്ളൂ. അതങ്ങനെ ഒന്ന് ഒഴുകും. മനോഹരമായിട്ട് ആ മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞതൊന്ന് ഒഴുകും. കുറേ സമയം കഴിയുമ്പോൾ മഴ നിന്ന് കഴിയും, കുറച്ച് നാളുകൂടെ ഒഴുകി കഴിയുമ്പോൾ ഈ മരുഭൂമി ഈ നീരുറവയെ വിഴുങ്ങിക്കളയും.
ഇതിങ്ങനെ ആവർത്തിച്ച് നടന്നുകൊണ്ടിരിക്കുക. അടുത്ത സീസൺ വരുമ്പോൾ പിന്നെയും ഈ നീരുറവ് പ്രത്യക്ഷപ്പെട്ടു വെള്ളം നിറഞ്ഞ് ഒന്നൊഴുകും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ മരുഭൂമി ഈ നീരുറവയെ വിഴുങ്ങിക്കളയും. നിന്റെ നന്മയെ വിഴുങ്ങിക്കളയുന്ന മരുഭൂമി, നിന്റെ ആരാധനയെ വിഴുങ്ങിക്കളയുന്ന മരുഭൂമി, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ വിഴുങ്ങിക്കളയുന്ന മരുഭൂമി. എവിടെയോ ഒരു ഉണർവ് പ്രാസംഗികൻ വന്നു, ആ സമയത്തൊരു മഴ പെയ്തു, തൽക്കാലം ഒന്നൊഴുകി. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നീരുറവ കാണാനില്ല. ഇവിടെ കണ്ട് നീരുറവ ഉണ്ടായിരുന്നു. എവിടായിരുന്നു നീരുറവ? നീരുറവ അപ്രത്യക്ഷമായി. എന്നാൽ പരിശുദ്ധാത്മാവ് വേറൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നീരുറവയെ മടക്കി വരുത്താൻ പോകുകയാണ്. Rajwala thara sathala rabathana Roshmaina thana smaradya thana Valma sabathane Rushmana diyathana Aluvara duvana dara diyathana Radiyadara dara dabaladara vadara dagarthana dagala diyathana Yaba sabathara thalara vaithara lava Vashama Vashama Venasmadane നിങ്ങൾക്കറിയാമോ ഈ നീരുറവയുടെ ഒരാറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നീരുറവയെ സംബന്ധിച്ചിടത്തോളം ഈ നീരുറവയ്ക്ക് ഹെൽപ്ലെസ് ആണ്. വേറെ ആരുടെയും സഹായം തേടാനൊക്കത്തില്ല. ആരുടെ സഹായം തേടിയാണ് ഇരിക്കുന്നത്. മഴ, ഉയരത്തിൽ നിന്ന് മഴ പെയ്യും, ഉയരത്തിൽ നിന്ന് മഴ പെയ്യും. ആ ഡിപ്പെൻഡൻസി ഇതിൻ്റെ അകത്ത് ചിലരുടെ മേൽ വെളിപ്പെട്ട് വരണം. മോനെ, നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, നിനക്ക് പഠിപ്പുമുണ്ട്, നിനക്കിവിടെ ജോലിയുമുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് നീ കർത്താവിൽ എന്തിനും ഡിപ്പെൻഡൻ്റ് ആകുന്ന ഒരാളായി തീരണം. മക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാം ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു ഭാഗത്തൊരു വലിയ കാതലായ മാറ്റമുണ്ടാകണം. ഏത് കാര്യത്തിനും യേശുവിൽ ഡിപ്പെൻഡൻ്റ് ആകുന്നവരായി നിങ്ങൾ തീരണം. എനിക്ക് ആരുടെ സഹായം വേണ്ട, എന്നെ കൊണ്ടെല്ലാം കഴിയും, അങ്ങനെ പറയുന്നവനാകരുത് നീ. എനിക്ക് ചർച്ചിൽ പോകേണ്ട കാര്യമില്ല, പ്രാർത്ഥനയ്ക്ക് പോകേണ്ട കാര്യമില്ല, അയാളുടെ പ്രസംഗവും കേൾക്കേണ്ട കാര്യമില്ല, അങ്ങനെ പറയുന്നവനാകരുത് നീ. എനിക്ക് കർത്താവിലെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നിന്റെ ജീവിതം മാറേണ്ടത് ആവശ്യമാണ്. അവിടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സമീപനമാണ്. സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ജീവിച്ചിരിക്കാൻ ഒക്കത്തില്ല. സാന്നിധ്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പൊക്കോ, മരിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം കർത്താവിൻ്റെ അക്ഷരീക ശാരീരിക സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. എൻ്റെ സുഹൃത്ത് പാസ്റ്റർ റെയ്സൻ തോമസ് ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കണം. അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു അഭിഷക്തനാണ്. അദ്ദേഹം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു ഡ്രൈനസ് ഫീൽ ചെയ്തു, സാന്നിധ്യമില്ല. സാന്നിധ്യം നഷ്ടപ്പെട്ടതുപോലെ തനിക്ക് തോന്നിയ സന്ദർഭത്തിൽ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലെയായി. വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങി കുണ്ടറയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു പാസ്റ്ററെ കണ്ടു, ഒരു പ്രായമുള്ള പാസ്റ്ററെ കണ്ടു. പാസ്റ്റർ മുമ്പിൽ മുട്ടുമടങ്ങി എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിക്ക, എനിക്ക് കർത്താവിനെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് മനസ്സിലായി ആ അഭിഷക്തനെ ദൈവം ഉപയോഗിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്. ഞാൻ നിങ്ങളെ കൊതിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു മനുഷ്യനായി നിനക്ക് തീരാൻ കഴിയുമോ? സഹോദരി, നിനക്ക് അത്തരത്തിലുള്ള ഒരു സ്ത്രീ ആയി തീരുവാൻ നിനക്ക് കഴിയുമോ? നീ ആ നിലവാരത്തിൽ ഉള്ള ഒരു വ്യക്തിയായി തീരുകയാണെങ്കിൽ കർത്താവ് ഒരു കാര്യം ചെയ്യാൻ പോകുകയാണ്. കർത്താവ് നോക്കിയപ്പോൾ ഈ നീരുറവ നീണ്ട നാളുകളായി സ്വർഗത്തിലേക്ക് നോക്കി. കർത്താവിന് വേണ്ടിയുള്ള ആ കർത്താവിലുള്ള ഡിപ്പെൻഡൻസിയും കർത്താവിന് വേണ്ടിയുള്ള ആഗ്രഹവും വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് ഒരു തീരുമാനിച്ചു, ഇനിയും ഇവനെ ഇങ്ങനെ സീസണലായിട്ട് ഞാൻ നിറയ്ക്കുന്നില്ല, ഇവനെ ഞാൻ 12 മാസവും നിറയ്ക്കാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഇനിയും വറ്റാത്ത ഒരു നദിയാക്കി കർത്താവ് മാറ്റാൻ പോകുക.
ഓ ശബാല റാസചര. നിന്നെ ഒരു വറ്റാത്ത നദിയാക്കി പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുകയാണ്. ഓ അവനെ പരിശുദ്ധാത്മാവ് തുറന്നു. ഓ ഇവിടെ ചിലത് സംഭവിച്ചത് അഭിഷേകത്തിന്റെ പകർച്ച സംഭവിച്ചു. ദൈവത്തെ സ്തുതിക്കാൻ ആ ചെറുപ്പക്കാരന്റെ പരിശുദ്ധാത്മാവ് തുറന്നത് യാഥാർത്ഥ്യമാണ്. ഒരു തലമുറയ്ക്ക് പ്രയോജനമായി തീരേണ്ടവനാണവൻ. അവനെ വറ്റിക്കുന്നതും അവനെ ശൂന്യമാക്കുന്നതും ആ മേഖലകളെ തകർത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിനക്കൊരു ഉയർച്ചെഴുന്നേൽപ്പ് തരികയാണ്. Take Vasatan ala batan. Take it. Vasabatala. Take it. Wala karmasa tala labja baita mana samtam. Whoa. Vashabatal mauno samtal pandu illa rete. Oracha samtomana samtamere torodo. Janabate mattarabate vadigarodo vantagalate. Oral kanaga jodaya mattam mallar badar vatagarantam mattal banam saitagarantam. ആകലമാനവിധം ജനവർദ്ധമനം ഗർഭഗുരു ധൂരുസിദ്ധി ശുഭറമാതിരി അലഗതനധികർത്ഥന വസിയന്ധനാധികർത്ഥന. അധികാരത്തിൻ്റെ ഒരു ശുശ്രൂഷ മോനെ നിന്റെ മേൽ കർത്താവ് പകരുകയാണ്. നിന്റെ മേൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തോട് നീ ബഹുമാനത്തോടുകൂടെ റെസ്പോണ്ട് ചെയ്തത് സ്വർഗം മാനിച്ചിരിക്കുകയാണ്. നിന്റെ ആധാരത്തെ അഗ്നിനാവാക്കി മാറ്റുവാൻ തക്കവണ്ണം ലേഖകന്റെ എഴുത്തുകോൽ നിന്റെ അധരത്തിന്റെ മേൽ ഇപ്പോൾ വരുന്നു. നിന്റെ നാക്കിൽ കർത്താവ് ചിലത് എഴുതുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ സമയം വേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. ഈ ആശയം പറഞ്ഞു തീർത്തിട്ട്, അപ്പോൾ ഈ നീരുറവയെ ഇനി കർത്താവ് സീസണലാക്കാൻ പോകുന്നില്ല. ഇതിനെ 12 months നിറയ്ക്കാൻ പോകുകയാണ്. കേട്ടോണം, നിറയ്ക്കാൻ പോകുകയാണ്. അപ്പം വിഴുങ്ങാൻ ഒരുതൻ തയ്യാറായിരിക്കുക. മരുഭൂമി നിന്നെ ഞാൻ വിഴുങ്ങോടാ. നദിക്ക് നീരുറയ്ക്ക് പറയാനുണ്ട്, നിനക്ക് ആള് തെറ്റിപ്പോയി, പഴയ ആളല്ല. നീ എന്നെ വിഴുങ്ങാൻ ശ്രമിച്ചാൽ ഞാൻ നിന്നെ വിഴുങ്ങാൻ പോകുകയാണ്. മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന ഒരു നീരുറവയാക്കി പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റാൻ പോകുകയാണ്. പിടിച്ചോ 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 പിടിച്ചോ. മരുഭൂമിയെ തിരിച്ചു പിടിക്കണം. നിന്റെ നന്മകളെ തട്ടിക്കൊണ്ടുപോയ ദുഷ്ടനെ തകർത്തിട്ട് തിരിച്ചു പിടിക്കണം. കുറെ കാലം നിന്നെ അവൻ വിഴുങ്ങിയില്ലേ, തിരിച്ചവന്റെ മരുഭൂമിയെ മുഴുവൻ വിഴുങ്ങി ആ ഇടത്തെ മുഴുവൻ ഉദ്യാനമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
പ്രിയമുള്ളവരെ, തിരിച്ചു പിടിക്കണം. നിന്നെ രോഗം കൊണ്ട് അവൻ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം. അതേ, നീ സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, നീ നിറഞ്ഞൊഴുകുക മാത്രമല്ല, അതേ രോഗബാധയുള്ള ആയിരങ്ങളെ സൗഖ്യമാക്കണം. നാട് നീളെ നടന്ന് അവൻ്റെ മരുഭൂമിയെ തകർക്കണം. കുറെ നാള് നീ ഒഴുകാൻ തുടങ്ങുമ്പോൾ നിന്നെ മരുഭൂമി വിഴുകിയില്ലേ? തിരിച്ചു പിടിക്കണം. അവനെ വിഴുങ്ങുവാൻ തക്കവണ്ണമുള്ള, അതാണ് ഗ്ലോറി. ഗ്ലോറിയുടെ സ്പർശനം അതാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെ എല്ലാം പരിശുദ്ധാത്മാവ് തൊടട്ടെ. നിങ്ങളുടെ മേൽ കത്തണം, ഈ തീ കത്തണം. ഈ അഭിഷേകത്തിന്റെ തീ നിങ്ങളുടെ മേൽ കത്തേണ്ടത് ആവശ്യമാണ്. ഈ ഗ്ലോറി നിങ്ങളുടെ മേൽ ഇറങ്ങേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ആകമാനമുള്ള മാനദണ്ഡങ്ങൾ മാറണം. എന്തിനാ ലണ്ടനിൽ വന്നത്? കാശുണ്ടാക്കാൻ, ജോലി കിട്ടുവാൻ. ആ മാനദണ്ഡത്തെ കുഴിച്ചിട്. എന്തിനാ ലണ്ടനിൽ വന്നത്? ദൈവരാജ്യത്തിന്റെ പണിക്ക് വേണ്ടി. നിന്നെ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നുണ്ട്. മരുഭൂമിയെ വിഴുങ്ങുന്നൊരു നദിയായി തീരുമ്പോൾ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോട് കൊയ്യും. പാസ്റ്ററെ, ഇത് ഈ സഭയ്ക്കുള്ള ആലോചനയാണ്. നിങ്ങളുടെ അധ്വാനം വെറുതെയല്ല, നിങ്ങൾ ആർപ്പോട് കൊയ്യാൻ പോകുകയാണ്. അബദ്ധവശാലല്ല ഈ ആലോചന നിങ്ങൾ സ്വീകരിച്ചത്. ഞാൻ പ്രഥമ ദിവസം പറഞ്ഞല്ലോ, ഞാൻ ഒരു കാരണവശാലും ഈ ദിവസങ്ങളിൽ ഇവിടെ വരുവാൻ ഒരു സാധ്യതയുമില്ല. എന്നെ കർത്താവ് എൻ്റെ വീട്ടിൽ നിന്ന് കോഴഞ്ചേരി കൊണ്ടുവന്നതുപോലെ ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ പറയാൻ വേണ്ടിയാണ്, കാരണം ഇത് സംഭവിക്കാൻ പോകുകയാണ്. കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. ആർപ്പോടെ കറ്റകളെ കൊയ്യുവാൻ വിളിയുള്ളവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ നിനക്കുള്ള സന്ദേശമാണ്. നീ വിത്ത് കരഞ്ഞുകൊണ്ട് വിതച്ചെങ്കിൽ നീ കറ്റകളെ ആർപ്പോടെ ചുമന്നുകൊണ്ട് വരാൻ പോകുകയാണ്. എഴുന്നേറ്റ് ആരാധിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് ആരാധിക്കാം. എഴുന്നേറ്റ് ആരാധിക്കാം. ലോർഡ് ജീസസ്, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. എഴുന്നേറ്റ് നിൽക്കുക. റോൾ മദരി അർത്ഥന. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ നിങ്ങളെ സ്വാധീനിച്ചുവെങ്കിൽ, ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ശരീരത്തിൽ രോഗമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. മറ്റേതെങ്കിലും ആവശ്യങ്ങളുടെ നടുവിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കർത്താവിൽ നിന്നൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു. തെക്കേ നാട്ടിലെ നീരുറവ് പോലെ, കർത്താവെ ഞാൻ അങ്ങയെയാണ് ആശ്രയിക്കുന്നത്, അങ്ങിൽ നിന്ന് എനിക്കൊരു അത്ഭുതം വേണം എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അങ്ങനെയുള്ളവർ, ആ പ്രാർത്ഥന ആവശ്യമുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മിക്കവരും മോനെ ആ മോനിക്കും ദയവായിട്ട് മുന്നോട്ട് വരാം. കം ടു ദ ഫ്രണ്ട്. കുറച്ച് പേര് മുന്നോട്ട് വരിക. എല്ലാവരും മുന്നോട്ട് വരാനൊക്കത്തില്ല. കുറേ പേര്, നിങ്ങൾ യൗവനക്കാരായിട്ടുള്ള കുറേ പേര് മുന്നോട്ട് വരിക. അഭിഷേകത്തിൻ്റെ ഒരു ശക്തി ബ്രദർ മുന്നോട്ട് വരിക. ആമേൻ. അഭിഷേകത്തിൻ്റെ ശക്തി അനുഭവിച്ചവർ ദയവായിട്ട് മുന്നോട്ട് വരിക. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളവർ, ആമേൻ, കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന ആഗ്രഹമുള്ളവർ മുന്നോട്ട്. ഈ കുഞ്ഞുങ്ങളെല്ലാം, കുഞ്ഞുങ്ങളെല്ലാം മുന്നോട്ട് പോകാം. റാവുഷ്പാധന സഹോദരിമാരുടെ ഇടയിൽ നിന്ന് ആത്മശക്തി സഹോദരിമാർ അനുഭവിച്ചവരുണ്ടെങ്കിൽ ദയവായിട്ട് മുന്നോട്ട് വരിക. കം ടു ദ ഫ്രണ്ട്, കം ടു ദ. അവിടെ നിന്ന് ആ ഭാഗത്തോടുന്നു, ആ ഭാഗത്തോടുന്നു. സഹോദരന്മാർ ഈ ഭാഗത്തോടുന്നു, സഹോദരിമാർ ആ ഭാഗത്തോടുന്നു. അസാധാരണമാകുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപിക്കുന്നു. മോനെ, നിന്നെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. പ്രാപിച്ചോണം. നഷ്ടപ്പെടുത്തരുത്. അസാധാരണമാകുന്ന ഒരു ദൈവശക്തിയുടെ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. നമുക്കിനി 5 മിനിറ്റ് കൂടെ മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെ വരാൻ പോകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ കർത്താവ് ഇറങ്ങാൻ പോകുകയാണ്. നിങ്ങളുടെ ഓഫീസിൽ കർത്താവ് ഇറങ്ങാൻ പോകുകയാണ്. മഹിമ നിങ്ങളുടെ വെളിപ്പെടാൻ പോകുകയാണ്. ഓ, ഗ്ലോറി നിങ്ങളുടെ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ ആകമാനം പരിശുദ്ധാത്മാവ്
അഭിഷേകത്തിന്റെ തീ ഇറങ്ങട്ടെ. അഭിഷേകത്തിന്റെ തീ 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 ഇറങ്ങട്ടെ. 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 ഓ ശബ. അഭിഷേകത്തിന്റെ ഫയർ ഇറങ്ങട്ടെ. അഭിഷേകത്തിന്റെ ഫയർ. ആഴത്തിലാക്കുന്ന തൊടുക. വിശുദ്ധമായ തൊടുക. വിശുദ്ധമായ തൊടുക. വിശുദ്ധമായ തൊടുക. അഭിഷേകം തൊടുക. അഭിഷേകം തൊടുക. അഭിഷേകം തൊടുക. അഭിഷേകത്തിന്റെ തൊടുക. അഭിഷേകത്തിന്റെ തൊടുക. അഭിഷേകത്തിന്റെ തീവിനെ തൊടുക. ചരിത്രം മാറട്ടെ. ചരിത്രം മാറട്ടെ. നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറട്ടെ. ഓ ശബാസ് ഈ കുഞ്ഞുങ്ങളെ കർത്താവ് പ്രത്യേകമായി തൊടുന്നുണ്ടല്ലോ. ഒരു വ്യക്തിയെയും കർത്താവ് ഉദ്ദേശങ്ങളില്ലാതെ സ്പർശിക്കുകയില്ല. അതിനാൽ ഈ കുഞ്ഞുങ്ങളെ വ്യക്തമാകുന്ന ഉദ്ദേശങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാകുന്നുവല്ലോ സ്പർശിക്കുന്നത്. എസ്തേറിനെ ഒരു തലമുറയിൽ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കണം കർത്താവ്. ഇപ്പോൾ ആ ദൈവശക്തിയുടെ സ്പർശനം ഒരു തലമുറയിൽ പ്രയോജനപ്പെട്ടതുപോലെ ഇപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കട്ടെ. ഇപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കർത്താവ് ആരംഭിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഈ പകൽ നിന്റെ ചരിത്രത്തിൽ മാറ്റം സംഭവിക്കുന്ന പകലാണ്. നിന്റെ നഷ്ടങ്ങൾ, നീരുറവ വറ്റിപ്പോയതുപോലെയുള്ള അനുഭവങ്ങൾ, മരുഭൂമിയുടെ ആക്രമണങ്ങൾ, അതിൻ്റെ എല്ലാം നടുവിൽ തകർന്ന് ഉടഞ്ഞ് ഛിന്ന ഭിന്നമായി പോകുവാൻ തക്കവണ്ണമുള്ള യുദ്ധങ്ങൾ, അതിന്റെ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിനക്കൊരു പുതിയ അധ്യായത്തെ തരുന്നു. ഈ മോന്റെ മേൽ കർത്താവിന്റെ ശക്തി, ഈ ചെറുപ്പക്കാരുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ സ്പർശനം ഉണ്ടാകട്ടെ. ഈ ചെറുപ്പക്കാരുടെ മേൽ ദൈവത്തിന്റെ ശക്തിയുടെ സ്പർശനം ഉണ്ടാകട്ടെ. ഈ മകന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഈ യൗവനക്കാരനെ തുടർന്ന് ആഴത്തിൽ 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 തുറന്ന് ആഴത്തിൽ ഈ യൗവനക്കാരനെ തുടരണമേ. ആഴത്തിൽ 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 ഈ ചെറുപ്പക്കാരനെ തുടരട്ടെ. ആഴത്തിലുള്ളൊരു സ്പർശനം അവൻ അനുഭവിക്കട്ടെ. ദൈവശക്തി ആഴത്തിൽ നിന്നെ തൊടട്ടെ. ദൈവശക്തി ആഴത്തിൽ നിന്നെ തൊടട്ടെ. കണ്ണടച്ചു പ്രാർത്ഥിക്കാം. സമാപന പ്രാർത്ഥന. നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമാകുന്ന എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. അത്യത്ഭുതകരമാക്കുന്ന പുതിയ അധ്യായങ്ങൾ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ആരംഭിക്കുന്നത്. നിന്റെ മേലൊരു വലിയ പകർച്ചയുടെ പുതപ്പ്, നിന്റെ മേലൊരു വലിയ പകർച്ചയുടെ പുതപ്പിനെ പരിശുദ്ധാത്മാവ് അയക്കുന്നു. ഏലിയാവിൽ നിന്നൊരു പുതപ്പ് ഏലിശയുടെ മേൽ വീണതുപോലെ നിന്റെ മേൽ അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് വീഴട്ടെ. നിന്റെ ജീവിതത്തിന്റെ ചില നാൽക്കവലകളിൽ ശരിയായ ദിശയിലേക്ക്, ശരിയായ ഡയറക്ഷനിലേക്ക് പോകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിന്നെ തൊടട്ടെ. തീ കൊണ്ട് 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 തൊടട്ടെ.
ഓ, സമയം തീരുകയാണ്. പക്ഷെ എൻ്റെ അധരത്തിൽ സൈമൻ സൈമൻ എന്ന് ഞാൻ അറിയാതെ എൻ്റെ അധരത്തിൽ വരുന്നുണ്ട്. സൈമൻ, അതാരാണ് സൈമൻ? ഓ ശാംചനിയൽക്കര സൈമൻ റോഷ്മതനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ലോർഡ് ജീസസ് മെൻ ഹതറാദിയാഥന വനസമർത്ഥുനി. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. താങ്ക് യു ജീസസ്. പിതാവേ, യേശുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്യത്ഭുതകരമാകുന്നൊരു ദൈവപ്രവൃത്തി അങ്ങ് അവരുടെ മേൽ അയച്ചതിനായി സ്തോത്രം. ഒരു അന്ത്യകാല കൊയ്ത്തിന് വേണ്ടി അങ്ങ് അവരെ ഉപയോഗിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവാകുന്ന യേശുവേ, ആർപ്പോൾ ഇവർ കറ്റകൾ ചുമന്നു കൊണ്ടുപോകുവാൻ തക്കവണ്ണമായി പരിശുദ്ധാത്മാവ് ഇവരെ തൊട്ടിരിക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ പിതൃപുത്ര പരിശുദ്ധാത്മനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.